പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ഈശോയെ, അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ കരുതുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയം സമർപ്പിക്കുമ്പോൾ അങ്ങയെ കൂടുതൽ അറിയുവാൻ, കൂടുതൽ അറിയുന്നത് വഴി കൂടുതൽ സ്നേഹിക്കുവാൻ, കൂടുതൽ അങ്ങയെ പോലെയാകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ സമർപ്പിക്കുന്നു. അമ്മ ഈശോയെ സ്നേഹിച്ചതുപോലെ ഈശോയെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അമ്മ ഞങ്ങളുടെ കരം പിടിക്കണമേ. ഈ കൂട്ടായ്മയുടെ സംരക്ഷകയും നാഥയുമായി അമ്മ കടന്നു വരണമേ. ഈശോ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. ഞങ്ങൾക്ക് ബോധ്യം നൽകണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വെളിച്ചം ഞങ്ങൾക്ക് പകരണമേ. അങ്ങയുടെ ദിവ്യദാനങ്ങളായ ജ്ഞാനം, ബുദ്ധി, അറിവ് ഇവയെല്ലാം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മെ പൂർണ്ണമായും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ അങ്ങയുടെ ആമേൻ. നമ്മുടെ ലിയോ 14 മാർപ്പാപ്പയുടെ എല്ലാ നിയോഗങ്ങളും തിരുസഭയെ പൂർണ്ണമായും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ആമേൻ. നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള ഓരോ അംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രതിബദ്ധതകളെയും, നമ്മുടെ കമ്മിറ്റ്മെന്റ്സിനെയും, നമ്മുടെ ആകുലതകളെയും സന്തോഷങ്ങളെയും എല്ലാം പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളപ്പം കഴിഞ്ഞ ആഴ്ചയില് ഒരു പുതിയ പുണ്യത്തെ കുറിച്ച് അറിയാനും അതിനെക്കുറിച്ച് പഠിക്കാനും തുടങ്ങിയായിരുന്നു. എന്താണ് പുണ്യം? എളിമ എന്ന പുണ്യത്തിലേക്ക് നമ്മള് ഒരു കാലെടുത്ത് വെച്ചു, അത്രേ ഉള്ളൂ. ഇനി എളിമയുടെ ആ ആഴങ്ങളിലേക്ക് പകനച്ച് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവാണ്. അപ്പൊ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രത്യേകം, കാരണം നമ്മൾ കേട്ടു എളിമ എന്ന പുണ്യം എല്ലാ പുണ്യങ്ങളുടെയും മാതാവും സംരക്ഷകയുമാണെന്നല്ലേ, എന്താണ്, ഗാർഡിയൻ ആണെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ആ ഒരു പുണ്യത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ എളിമയാണ് സാത്താനെ നാണം കെടുത്തിയത്. ശരിക്കും അതിനോടാണ് സാത്താൻ തോറ്റത്, പരിശുദ്ധ അമ്മയുടെ എളിമ എന്ന പുണ്യത്തോട്. അപ്പൊ നമുക്കും ഈ ലോകത്തിന്റെ എല്ലാ അന്ധകാര ശക്തികളെയും അതിജീവിക്കാനും പോരാടാനും അവയെ ജയിക്കാനുമുള്ള ഒരു കൃപ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ ഈ എളിമ എന്ന പുണ്യത്തിലൂടെ സ്വന്തമാക്കാനുള്ള ഒരു പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ ഇത് വായിക്കാൻ തുടങ്ങാം. നമ്മുടെ 12-ാമത്തെ അധ്യായം, 3-ാം ഭാഗം 12-ാമത്തെ അധ്യായം. ആരാണ് വായിക്കാൻ തുടങ്ങുന്നത്? എളിമ സ്വന്തമാക്കാനുള്ള അഭ്യാസം. അറിവെന്ന ദാനവും നമ്മെ തന്നെ എളിമപ്പെടുത്തുക എന്ന പുണ്യവും സ്വന്തമാക്കുവാൻ പീഡനങ്ങളും അപവാദങ്ങളും അവ വെറുതെ ചോദിച്ചാൽ പോരാ, മനസ്സോടെ സ്വീകരിക്കണം. വീട്ടില് മറ്റ് എന്തെങ്കിലും ശബ്ദം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് മൈക്രോഫോൺ ഒന്ന് ഓഫ് ആക്കി വെക്കണേ.
ആർക്കെങ്കിലും അങ്ങനെ വേറെ ആരെങ്കിലും വീടിന്റെ അകത്ത് സംസാരിക്കുന്നതുണ്ടെങ്കിൽ മൈക്രോഫോൺ ഒന്ന് ഓഫാക്കി വെക്കണേ. സോറി, കണ്ടിന്യൂ ചെയ്തു സുമ. എളിമ നേടിയെടുക്കുന്നത് എളിയ അഭ്യാസങ്ങളിലൂടെയും വ്യക്തിയെക്കുറിച്ചോ സ്ഥലത്തെക്കുറിച്ചോ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഉള്ള എളിമപ്പെടുത്തലുകളിലൂടെയും അവ സന്തോഷമുള്ള മനസ്സോടെ സ്വീകരിക്കുന്നതിലൂടെയും ക്രൂശിതനായ യേശു ക്രിസ്തുവിന്റെ സ്നേഹിതർക്കും അനുഗാമികൾക്കും ദൈവത്തിൽ നിന്നും അവിടുത്തെ സൃഷ്ടികളിൽ നിന്ന് കിട്ടുന്ന അതുപോലുള്ള സാഹചര്യങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിക്കുമ്പോഴാണ്. എളിമയും തീഷ്ണതയുമുള്ള ഹൃദയത്തോടെ നിർബന്ധ ബുദ്ധിയോടെ ഈ വലിയ ദാനത്തെ ഏക കൃപയെന്നോണം കർത്താവിനോട് ചോദിക്കുകയും അപേക്ഷിക്കുകയും വേണം. അപ്പൊ എളിമ നമ്മള് ഇന്നലെ കണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. ഈ എളിമ എന്ന പുണ്യം നമ്മൾ സമ്പാദിക്കുന്നത് അതിനെക്കുറിച്ചുള്ള അറിവിലൂടെയും അതിലൂടെയുള്ള പരിശീലനത്തിലൂടെയാണ്. അതായത് നമ്മൾ പറഞ്ഞു, നീന്തൽ പഠിക്കുന്ന പോലെ തന്നെയാണ്. വെള്ളത്തിലോട്ട് ഇറങ്ങാതെ നമ്മൾ എത്രമാത്രം പഠിച്ചിട്ടും അതിന്റെ പകുതിയേ ആവുള്ളൂ. ഡ്രൈവിംഗ് പഠിക്കുന്നത് പോലെ തന്നെ നമ്മൾ ലേണേഴ്സ് ടെസ്റ്റ് എഴുതി ആ ടെസ്റ്റ് ജയിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്ത് വഴിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യവും പോക്കാണ്, നമ്മുടെ മുന്നിൽ പെടുന്നവരുടെ കാര്യവും പോക്കാണ്. അതുപോലെ തന്നെയാണ് എളിമ എന്ന പുണ്യം. നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല, അത് നമ്മൾ പരിശീലിക്കണം, നമ്മൾ അഭ്യസിക്കണം അതിനെക്കുറിച്ച്. അപ്പൊ പറയാണ്, അറിവ് എന്ന ദാനവും നമ്മെ തന്നെ എളിമപ്പെടുത്തുക എന്ന പുണ്യവും സ്വന്തമാക്കാൻ പീഡനങ്ങളും അപവാദങ്ങളും നാം സഹിക്കണം. അവ വെറുതെ സഹിച്ചാൽ പോരാ, നല്ല മനസ്സോടെ സ്വീകരിക്കണം. എളിമ നേടിയെടുക്കുന്നത് എളിയ അഭ്യാസങ്ങളിലൂടെയും വ്യക്തിയെക്കുറിച്ചോ സ്ഥലത്തെക്കുറിച്ചോ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഉള്ള എളിമപ്പെടുത്തലുകളിലൂടെയും അവയെ സന്തോഷമുള്ള മനസ്സോടെ സ്വീകരിക്കുന്നതിലൂടെയും ക്രൂശിതനായ യേശു ക്രിസ്തുവിന്റെ സ്നേഹിതർക്കും അനുഗാമികൾക്കും ദൈവത്തിൽ നിന്നും അവിടുത്തെ സൃഷ്ടികളിൽ നിന്നും കിട്ടുന്ന അതുപോലുള്ള സാഹചര്യങ്ങളെ ഹൃദയപൂർവ്വം. അപ്പൊ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നേ, നമ്മള് എളിമപ്പെടുക, അതിൽ പരിശീലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നു. ഫോർ എക്സാമ്പിൾ, നീന്തൽ പഠിക്കാൻ പറയുമ്പോൾ നമ്മള് ഇതൊക്കെ പറയും, നമ്മളിങ്ങനെ കാല് നനച്ചൊക്കെ നിൽക്കും. അവസാനം ആരെങ്കിലും നമ്മളെ തള്ളിയിട്ടാലേ നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങുള്ളൂ. ആഴമുള്ള വെള്ളത്തിലോട്ട് ഇറങ്ങണമെങ്കിൽ ആരെങ്കിലും നമ്മളൊന്ന് തള്ളണം. ഇതുപോലെ ഈശോയോട് ഈശോയെ സ്നേഹിക്കുന്ന, ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുന്നവർക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഭ്യസിക്കണമെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിശീലിക്കണം. പക്ഷെ ഇടക്കിടക്ക് കർത്താവ് നമുക്ക് ഓരോ തട്ട് തരും. അത് ചിലപ്പം നമ്മളുടെ സഹോദരങ്ങള്, നമ്മളുടെ സുഹൃത്തുക്കള്, അവര് നമ്മളെ നിന്ദിക്കുന്നതിലൂടെയോ ഒറ്റപ്പെടുത്തുന്നതിലൂടെയോ കുറ്റപ്പെടുത്തുന്നതിലൂടെയോ നമ്മൾ ചെയ്യാത്ത അപവാദങ്ങൾ നമ്മൾക്കെതിരെ പറയുന്നതിലൂടെയോ ഒക്കെ ഓരോ കൊച്ചു തട്ടുകളും മുട്ടുകളും ഒക്കെ കർത്താവ് അനുവദിക്കും. തരുന്നതല്ല, കർത്താവ് അനുവദിക്കും. ഇത് അതായത് ഒരു കൊച്ചിനെ നീന്തൽ പഠിപ്പിക്കാനായിട്ട് എത്ര പറഞ്ഞിട്ടും ആഴമുള്ള വെള്ളത്തിലോട്ട് ഇറങ്ങാതെ മുട്ടോളം വെള്ളത്തിൽ നിന്ന് നീന്തി അങ്ങനെ പതുമി നിൽക്കുന്ന കുഞ്ഞിനെ തള്ളി വെള്ളത്തിലേക്ക് ഇടുന്ന പോലെയാണ്. അതായത് നിലയില്ലാത്ത വെള്ളത്തിലോട്ട് ഇറങ്ങിയാലേ നീന്തൽ പഠിക്കുള്ളൂ. അല്ലാണ്ട് എത്രയായാലും കാല് കുത്തിക്കഴിഞ്ഞാല് നമുക്ക് മുഖം നേരെ നിവർത്തി വെള്ളത്തിന് മുകളിൽ വെക്കാവുന്ന അവസ്ഥയിലാണെങ്കിൽ എത്രയാണെങ്കിലും നീന്തൂല. അപ്പം ഇത് ശരിക്കും കർത്താവ് നമുക്ക് ചില അവസരങ്ങളിലൂടെ അങ്ങനെയുള്ള അവസരങ്ങള് കർത്താവ് തരും. ആ സമയത്ത് നമ്മൾ മുറുമുറുത്ത് കഴിഞ്ഞാല്, നമ്മൾ അതിനോട് മല്ലടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ശരിക്കും ആ പരിശീലനമാണ് നഷ്ടപ്പെടുന്നത്. കർത്താവ് അനുവദിക്കുന്ന പരിശീലനം നഷ്ടപ്പെടും. എന്നിട്ട് അതിന് ദൈവത്തിന് നമുക്ക് തരാനുള്ള കൃപയിൽ നിന്ന് നമ്മൾ മാറിപ്പോകും. അപ്പൊ എളിമയും തീഷ്ണതയുമുള്ള ഹൃദയത്തോടെ നിർബന്ധ ബുദ്ധിയോടെ ഈ വലിയ ദാനത്തെ ഏക കൃപ എന്നോണം കർത്താവിനോട് ചോദിക്കുകയും അപേക്ഷിക്കുകയും വേണം. ഈ എളിമ എന്ന പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുഖമായിട്ട് നേടിയെടുക്കാവുന്ന ഒരു പുണ്യമല്ല. എളിമപ്പെടുക അല്ലെങ്കിൽ അങ്ങനെ ആ എളിമപ്പെടുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ കേൾക്കാൻ സുഖമുണ്ടെങ്കിലും അത് ജീവിക്കാനായിട്ട് അത്ര സുഖമുള്ള കാര്യമല്ല. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിത പങ്കാളിയോ നമ്മുടെ മക്കളോ നമ്മുടെ മാതാപിതാക്കളോ
അതായത് അവരിൽ നിന്നൊക്കെ സ്വീകരിക്കും. നമ്മൾ പറയും വേറെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് വിഷമമായത്. ശരിക്കും അതിലാണ് സഹനമുള്ളത്, അതിലാണ് നമുക്ക് കുറച്ച് വിഷമമുള്ളത്, അവിടെയാണ് നമ്മള് തരം താഴുന്നത്. അപ്പം അത് സ്വീകരിക്കേണ്ട, അത് മുറുമുറുപ്പില്ലാതെ ഹൃദയത്തിലെ എളിമയോടും വിനയത്തോടും കൂടെ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ എളിമ എന്ന പുണ്യം പരിശീലിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് തരുന്ന പാഠങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അത് നമുക്ക് തരുന്ന കൊച്ചു കൊച്ചു പാഠങ്ങള് നമ്മളുടെ സുഹൃത്തുക്കളിൽ നിന്ന്, ഏറ്റവും അടുത്ത സുഹൃത്തിൽ നിന്നോ ഏറ്റവും അടുത്ത ഒരാളിൽ നിന്നോ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു സാഹചര്യത്തിലോ നമുക്കൊരു വേദനയോ നമുക്കൊരു എളിമപ്പെടുത്തലോ കിട്ടുമ്പോഴേക്കും നമ്മൾ അതിനെ പാഠമായിട്ട് കാണാനായിട്ട് കർത്താവ് കൃപ തരുന്ന അവസരത്തിൽ നമ്മൾ ഹൃദയപൂർവ്വം അതിനെ സ്വീകരിക്കണം, നിർബന്ധ ബുദ്ധിയോടെ. അപ്പൊ നമുക്കൊരു വേദന തോന്നണമല്ലോ, എന്നാലല്ലേ അതിൽ എളിമപ്പെടലേ ഉള്ളൂ. അപ്പൊ ആ വേദന തോന്നുന്ന അവസരത്തിൽ ആയിരിക്കുമ്പോഴും ഈ ഒരു പുണ്യത്തിന് വേണ്ടിയിട്ട്, അതായത് നമ്മളൊരു വലിയ നിധി സ്വീകരിക്കാനായിട്ടാണ്, വലിയൊരു നിധി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ആ നിധിക്ക് വേണ്ടിയിട്ട് നമ്മളെ തന്നെ വിൽക്കുന്നു. അതായത് മറ്റേ നമ്മൾ ഉപമയില് കേട്ടതുപോലെ, അതായത് വയലിൽ, ഇന്നത്തെ സുവിശേഷം അതാണ്, വയലില് നിധി കണ്ടെത്തിയപ്പോഴേക്കും ഉള്ളതെല്ലാം വിറ്റ് നിധി സ്വന്തമാക്കാനായിട്ട്. അതുപോലെ നമുക്ക് നമ്മുടെ തന്നെ ഒരു നമ്മളെ പ്രധാനമാക്കി വെച്ചിരുന്ന, നമ്മളെ വലിയ ആളാക്കി വെച്ചിരുന്ന ഒരു പേരും പെരുമയൊക്കെ ഉണ്ടായിരുന്ന നമ്മളെ ആരൊക്കെയോ അടിച്ചു താഴ്ത്തി, അപ്പോഴേക്കും നമ്മളിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടു പോയി. ആ സമയത്ത് ശരിക്കും നമ്മളെ തന്നെ നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ ഈഗോയാണ് നഷ്ടപ്പെട്ടത്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോഴേക്കും ദൈവത്തിന്റെ ഏറ്റവും വലിയ കൃപ, ഏക കൃപ എന്ന ആ എളിമ എന്ന പുണ്യത്തെയാണ് നമ്മൾ സമ്പാദിക്കുന്നത്. അതായത് നമ്മൾക്ക് ബോധ്യം കിട്ടുകയാണ്, അതായത് ഞാനൊന്നും അല്ല, എന്നിൽ കർത്താവ് ഉള്ളത് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ നന്മയൊക്കെ ചെയ്തു പോകുന്നത്. ശരിക്കും ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരും. അപ്പൊ ശരിക്കും അഭ്യാസത്തിലൂടെയാണ് എളിമ എന്ന പുണ്യം സമ്പാദിക്കാൻ പറ്റുക എന്ന് പറയാണ്. അടുത്ത ഭാഗം വായിച്ചോളൂ. മുന്നറിയിപ്പ്. വിജയങ്ങൾ ആരെങ്കിലും നാണക്കേട് മൂലമോ ഭയം മൂലമോ അവരുടെ ബഹുമാനം കൊണ്ടോ സ്വയം അനുവദിക്കാതെ ഇരുന്നാൽ എളിമ എന്ന പുണ്യമോ മറ്റേതെങ്കിലും സ്വന്തമാക്കാൻ കഴിയാതെ വരുന്നു. കാരണം എളിമയാണ്. ഓക്കെ, അപ്പൊ ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, അതായത് ശരിക്കും എളിമ എന്ന പുണ്യം നേടിയെടുക്കുന്നത് അഭ്യാസത്തിലൂടെയാണെന്ന് പറഞ്ഞാൽ, അഭ്യാസം അതായത് പരിശീലനത്തിലൂടെയാണെന്ന് പറഞ്ഞാൽ, പരിശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി വിഷമമുള്ള പരിശീലനമാണ്, സുഖമുള്ള പരിശീലനമേ അല്ല. എളിമപ്പെടുത്തല്, സ്വയം എളിമപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും സുഖമുള്ള ഒരു പരിശീലനമല്ല. സുഖമുള്ള സാഹചര്യത്തിലൂടെ ഈ പുണ്യം നമുക്ക് പഠിക്കാൻ പറ്റൂല. അപ്പം ഇവിടെ നമുക്ക് അതൊരു പാഠമാണ്, ദൈവം നമുക്ക് അനുവദിച്ചു തന്നതാണ്, ഇത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ കർത്താവിനോട് ആ കൃപ ചോദിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റണം. ഇവിടെ നോക്കൂ, ഇത്തരം സാഹചര്യങ്ങളിൽ ആരെങ്കിലും നാണക്കേട് മൂലം, കാരണം നാണക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറവ് വരുന്നു, ഞാൻ എന്തോ വലിയ ആളായിട്ടാണ് ഇവിടെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്, അപ്പം അതിന് ഒരു മങ്ങലേറ്റ്, അപ്പൊ അതെനിക്കൊരു നാണക്കേടാണ്. ഭയം മൂലമോ, അതായത് മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്നെ കുറിച്ച്, അവര് എന്നെ വിട്ടുപോകുമോ, അവര് എന്നിൽ നിന്ന് അകന്നു പോയോ, എൻ്റെ കൂട്ടുകാരെന്നെ ഉപേക്ഷിക്കുമോ, മനുഷ്യരുടെ ബഹുമാനത്തെ ഓർത്തോ, അതായത് മറ്റുള്ളവരൊക്കെ എന്നെ ഭയങ്കര ആളായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്, ഇപ്പൊ ഇതോടുകൂടി അവരുടെ ബഹുമാനമൊക്കെ ചോർന്നു. സ്വയം അങ്ങനെയെല്ലാം സ്വയം താഴ്ത്താനോ മറ്റുള്ളവരാൽ താഴ്ത്തപ്പെടാനോ അനുവദിക്കാതെ ഇരുന്നാൽ, ഇത് ചെയ്യാതിരുന്നാൽ എളിമയെന്ന പുണ്യമോ മറ്റേതെങ്കിലും ക്രിസ്തീയ പുണ്യമോ സമ്പാദിക്കാൻ പറ്റാതെ വരും. അതായത് നമ്മൾ കണ്ടതാണ്, എളിമയാണ് ഇതിന്റെ വാതില്. എളിമ എന്ന പുണ്യത്തിലൂടെയാണ്, എളിമയാണ് മദർ ഓഫ് ഓൾ വെർച്യൂസ്, എല്ലാ പുണ്യങ്ങളുടെയും അമ്മ, മാതാവ് എളിമയാണ്. ഇതിൽ നിന്നാണ് ബാക്കിയെല്ലാം വരുന്നത്. അപ്പൊ ഈ അവസരങ്ങൾ നമ്മൾ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ എല്ലാ പുണ്യങ്ങളിലുമുള്ള വളർച്ചയാണ് നഷ്ടപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് പുണ്യങ്ങളുടെ കവാടമായ എളിമ എന്ന പുണ്യം നമുക്ക് സമ്പാദിക്കാൻ പറ്റാതെ വരുന്നു, അതിൽ നമുക്ക് വളരാൻ പറ്റാതെ വരുന്നു. കാരണം എളിമയാണ് എല്ലാ പുണ്യങ്ങളുടെയും അടിസ്ഥാനം. ഓക്കെ, അടുത്ത ഭാഗം വായിച്ചോളൂ. എളിമ അഭ്യസിക്കുന്ന വിധം. ക്രിസ്തീയ പൂർണ്ണത ആഗ്രഹിക്കുന്നവർ എളിമയിൽ വളരണം. ആ ഒരു ലക്ഷ്യത്തിനായി സ്വന്തം ഇഷ്ടങ്ങളെ വളച്ചെടുക്കുകയും മറ്റുള്ളവർക്ക് നമ്മെക്കുറിച്ചുള്ളതും അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതുമായ ശുഷ്കിച്ച ആദരവിൽ തൃപ്തി അടയുവാൻ മനസ്സിനെ പരിശീലിപ്പിക്കണം. അപ്പൊ നമ്മൾ ഏകദേശം പറഞ്ഞ കാര്യങ്ങൾ, പക്ഷെ അതിലേക്ക് നമ്മൾ ആഴത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പറഞ്ഞു തരുന്നത്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ അൽഫോൺസാമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അതായത് മൺതരി പോലെ മൺതരി ആകപ്പെടാനായിട്ട്, അല്ലെങ്കിൽ ഒരു ചവിട്ടി ആവാനായിട്ട്, മറ്റുള്ളവരാൽ ചവിട്ടപ്പെടാനായിട്ട് എന്നെ അനുവദിക്കണമേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന പണ്ട് ക്രിസ്ത്യച്ചൻ പറയുമായിരുന്നു, നിങ്ങള് നല്ല ധൈര്യമില്ലെങ്കിൽ ഈ പ്രാർത്ഥന ചൊല്ലരുത്. അതായത് ഇത് അത്രയും സ്വയം ഇല്ലാതെ ആകുന്ന ഒരു പ്രാർത്ഥനയാണ്. അതായത് ഉണ്ടല്ലോ, ഈ വിശുദ്ധർക്ക്, ഈ വലിയ വിശുദ്ധർക്കൊന്നും സ്വയം താഴാനായിട്ട് പേടിയുണ്ടായിരുന്നില്ല. അതായത് എത്ര ആഴത്തിലേക്ക് പോകുന്നോ അതനുസരിച്ച് നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാനായിട്ട് വിഷമം ഉണ്ടാവില്ല. ഞാൻ പണ്ട് 2 വർഷം മുന്നേ ഞാൻ ഏകദേശം 2 വർഷം പള്ളം എന്ന് പറഞ്ഞ ഒരു ഇടവകയിലായിരുന്നു. അതായത് കടൽ തീരത്ത്, അതായത് ഇന്ത്യൻ ഓഷ്യന്റെ തീരത്താണ്. അവിടെ കടൽ തീരത്ത് പോയിരിക്കുമ്പോഴേക്കും ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ശരിക്കും ഈ കടലിന്റെ തീരത്തോട്ട് വരുമ്പോഴാണ് ഓളം വരുന്നത്. ഓളവും ബഹളവും എല്ലാം വരുന്നത് കടലിന്റെ തീരത്തേക്ക് വരുമ്പോഴാണ്. അതായത് തീരത്തേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആഴം കുറവാണ്. ആഴക്കടല് ശാന്തമാണ്. അവിടെ വല്ലപ്പോഴും ഒക്കെ ഈ കൊടുങ്കാറ്റൊക്കെ വരുമ്പോഴേ ബഹളം ഉണ്ടാവുള്ളൂ. പക്ഷെ തീരത്ത് എപ്പോഴും ഇങ്ങനെ തിരമാല അടിച്ചുകൊണ്ടിരിക്കും. അവിടെ എപ്പോഴും ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ട്. പക്ഷെ ആഴക്കടല് ശാന്തമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ ആഴത്തില് ഒരു ആത്മീയത ഉണ്ടെങ്കിൽ നമ്മൾ ശാന്തമായിരിക്കും. നമ്മളെല്ലാ വിശുദ്ധരെയും നോക്കിക്കോ, അവരെ എന്ത് പറഞ്ഞാലും അവരുടെ കയ്യില് മദർ തെരേസയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കൈ നീട്ടിയപ്പോ കയ്യിലേക്ക് തുപ്പിയിട്ട് കൊടുത്തു. നമുക്ക് ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, എനിക്കും പറയാൻ എളുപ്പമാണ്. പക്ഷെ ഇത് ജീവിക്കുക എന്ന് പറയുന്നത് ഇത് ഒട്ടും എളുപ്പമല്ല. കാരണം എന്നിൽ നിറഞ്ഞിരിക്കുന്ന ഞാൻ ഉള്ളിടത്തോളം കാലം എനിക്ക് ഈ പുണ്യത്തിൽ വളരാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നിൽ നിന്ന്, നമ്മൾ നേരത്തെ ഇതിൽ കണ്ടായിരുന്നു, നമ്മള് എന്താണ്, എന്നിൽ നിന്ന് എന്നെ തന്നെ ഉരിഞ്ഞു കളയണം. അതാണ് ശരിയായിട്ടുള്ള ദാരിദ്ര്യം. ആ ഒരു ഉരിഞ്ഞു കളഞ്ഞു കഴിയുമ്പോഴത്തേക്കുമാണ് എന്നിൽ ആഴങ്ങൾ ഉണ്ടാകുന്നത്. എന്നിൽ നിന്ന് ഞാൻ എന്ന ആ വലിയ ധനം ആയിട്ട് ഞാൻ കരുതുന്ന കാര്യമാണ് എൻ്റെ അഹന്ത. ഈ അഹന്ത പോയി കഴിയുമ്പോഴേക്കും പിന്നെ അൽഫോൺസാമ പ്രാർത്ഥിച്ച പോലെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റും. അതായത് മൺതരിയായിട്ട്, മറ്റുള്ളവരെ ചവിട്ടി അരയ്ക്കപ്പെടുന്ന മൺതരി പോലെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടും. അതായത് നമ്മൾ ഓർക്കും ഇങ്ങോട്ട് ഒച്ച എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും അങ്ങോട്ട് ഒച്ച എടുത്തില്ലെങ്കിൽ അയാൾക്ക് ധൈര്യമില്ലെന്ന് നമ്മൾ പറയും. പക്ഷെ ഇങ്ങോട്ട് ചാടിത്തുള്ളി വരുന്നവരുടെ അടുത്തും ശാന്തമായിട്ട് സംസാരിക്കാനായിട്ട് പറ്റുക എന്ന് പറയുന്നത്, അതാണ് ശരിയായിട്ടുള്ള ധൈര്യം. അങ്ങോട്ടും രണ്ടും ഒച്ചെടുക്കാനായിട്ട് ധൈര്യമൊന്നും വേണ്ട. അതായത് ഒരു പട്ടി കുറച്ചുകൊണ്ട് ഇങ്ങോട്ട് ചാടി വരുമ്പോൾ മറ്റേ പട്ടിയും കുറക്കും, അത് സാധാരണമാണ്. പക്ഷെ ഇങ്ങോട്ട് ഒരാള് ചാടി നമ്മുടെ മേത്തോട്ട് ഇങ്ങനെ പറഞ്ഞു കയറുമ്പോഴും ശാന്തമായിട്ട് കേൾക്കാനും ഒരു സുസ്മിതമായ മുഖത്തോടുകൂടെ അവരെ നേരിടാനും പറ്റുക എന്ന് പറയുന്നത് അതൊരു ധൈര്യമാണ്. അത് കളിയാക്കിക്കൊണ്ട് നിൽക്കുന്നതല്ല. കളിയാക്കി ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കാൻ പറ്റുമായിരിക്കും, അത് വേറൊരു കാര്യം. അതിന് ചിരിച്ചുകൊണ്ട് ഞാൻ നേരിട്ടു എന്നൊക്കെ പറയുന്നത് വേറെയാണ്. പക്ഷെ മനസ്സ് ശാന്തമായിട്ട് നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ മിണ്ടാതിരിക്കും. പക്ഷെ ഉള്ളില് എന്താ പറയാ, കൊടുങ്കാറ്റടിക്കുന്ന പോലെ തിരമാലകൾ ഇങ്ങനെ അലയടിച്ച് കൊണ്ടിരിക്കുമായിരിക്കും. ആ സമയത്ത് നമ്മൾ പുറത്ത് ചിലപ്പോൾ മിണ്ടാതിരിക്കും, പക്ഷെ ഉള്ളിൽ നടക്കണ എന്താന്ന്
നമുക്കും അറിയാം, കർത്താവിനും അറിയാം, വേറെ ആർക്കും അറിഞ്ഞൂടാ. കാണുന്നവരോർക്കും കണ്ടോ, ഓ ആ ചേച്ചി അല്ലെങ്കിൽ ആ ചേട്ടൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഇത്രയും കേട്ടിട്ട് എന്ന് പറയും. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളതെന്നാണ് നമുക്കല്ലേ അറിയുള്ളൂ. നമ്മള് ഇവരൊന്നും ഇല്ലാച്ചെങ്കിൽ, നമുക്കൊരു സാഹചര്യം ഉണ്ടായിച്ചെങ്കിൽ നമ്മൾ രണ്ട് പൊട്ടിക്കും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും ചെയ്യുന്നില്ല. അത് നമ്മുടെ ഉള്ളില് ശരിക്കും നമ്മുടെ അഹം എന്ന ഭാവം നിറഞ്ഞു നിൽക്കുന്നവരും നമ്മളിൽ ആഴങ്ങൾ ഉണ്ടാവില്ല, നമുക്ക് താഴാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ അഹം നമ്മളിൽ നിന്ന് പോയി കഴിയുമ്പോഴേക്കും നമ്മൾ താഴും എന്ന് പറഞ്ഞാല് നമ്മളില് ആഴങ്ങൾ ഉണ്ടാവും. നമ്മളുടെ ആത്മീയത ഒരു ആഴത്തിലുള്ള ആത്മീയതയായിട്ട് മാറും. അതാണ് വിശുദ്ധരുടെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന ഇതാണ്, ക്രിസ്തീയ പൂർണ്ണത ആഗ്രഹിക്കുന്നവർ എളിമയിൽ വളരണം. ആ ഒരു ലക്ഷ്യത്തിനായി സ്വന്തം ഇഷ്ടങ്ങളെ അതായത് നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ ഇതനുസരിച്ച് വളച്ചെടുക്കണം. നമ്മള് എല്ലാ കാര്യങ്ങളെയും ഒരു അച്ചിലിട്ട് വാർത്തെടുക്കൂല. അപ്പൊ എല്ലാ നമ്മുടെ ഇഷ്ടങ്ങളെ എല്ലാം ഈ ഒരു പുണ്യത്തിന് വേണ്ടിയിട്ട് വളച്ചെടുക്കണം എന്ന്. നമ്മെക്കുറിച്ചുള്ളതും അവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതുമായ ശുഷ്കിച്ച ആദരവിൽ തൃപ്തിയടയാൻ മനസ്സിനെ പരിശീലിപ്പിക്കണം. അടുത്ത ഭാഗം വായിച്ചോ. ഉദ്ദേശങ്ങൾ. ഉദ്ദേശങ്ങൾ ഇതിനായി പ്രധാനമായും താഴെ പറയുന്നവയെ ആഗ്രഹിക്കുകയും അവയ്ക്കായി പരിശ്രമിക്കുകയും വേണം. നമ്മുടെ താഴ്മയുടെയും മാഹാത്മ്യത്തിന്റെയും യാഥാർത്ഥ്യം നമ്മിൽ നിന്നും അത് ആവശ്യപ്പെടുന്നു. ഈ ഒരു ലക്ഷ്യത്തിനായാണ് ദൈവപുത്രനായ യേശുക്രിസ്തു നമുക്ക് മാതൃകയാകാനും നമ്മെ പഠിപ്പിക്കാനുമായി സ്വയം എല്ലാവിധത്തിലും എളിമപ്പെടുത്തിയത്. എളിമപ്പെടലിൽ നിന്നും ആനന്ദവും മഹത്വവും, പ്രത്യേകിച്ച് നമ്മുടെ രക്ഷകന്റെ തന്നെ ആഹ്ലാദവും സംപ്രീതിയും നമുക്കുണ്ടാകുന്നു. പാപിയായ മനുഷ്യൻ എളിമപ്പെടാൻ തീർത്തും യോഗ്യനാണ്. ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ എന്നും ഇപ്പോഴും ദൈവത്തോട് പൊരുതുകയാണ്. വളരെ വേദന സഹിച്ച് വീണ്ടെടുക്കുകയും ദൈവത്താൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്ത മനുഷ്യൻ സ്വന്തം ആത്മാവിനെ ദൈവത്തിൽ നിന്നും അകറ്റി സാത്താന് കൊടുക്കുന്നു. അതിനാൽ നന്ദിഹീനനും അസന്തുഷ്ടനുമായ മനുഷ്യൻ ദുഃഖത്തിനും ചിന്താക്കുഴപ്പങ്ങൾക്കും മാത്രം യോഗ്യനാകുന്നു. നീതിയിൽ പരിഗണിക്കുമ്പോൾ അവൻ അർഹമായത് കഷ്ടതകളാണ്. എന്നാൽ ദൈവത്തിന്റെ അനന്തമായ നന്മയും കരുണയും മൂലം അവന്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു. അപ്പൊ ഈ എളിമ സ്വന്തമാക്കണതിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ അതിന് എണ്ണയിട്ട് പറയുവാണ്. ഒന്ന്, നമ്മുടെ താഴ്മയുടെയും മഹാത്മ്യത്തിന്റെയും യാഥാർത്ഥ്യം, അതായത് യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ, അതായത് നമ്മളെ ശരിക്കും എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ മഹിമ എന്താണ്, നമ്മുടെ മഹത്വം എന്താണ്, ഇത് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും ആ എളിമ എന്ന പുണ്യം നമ്മൾ നോക്കൂ. നമ്മുടെ മദർ മേരി, പരിശുദ്ധ കന്യകാമറിയം എത്ര ആഴത്തിൽ എളിമപ്പെട്ട്, അതാണ് പരിശുദ്ധ അമ്മയുടെ മഹത്വം. ആ എളിമപ്പെടലിലാണ് മഹത്വം. അപ്പൊ നമ്മൾ ഓർക്കും, നമുക്ക് പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നമ്മളെ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കുറഞ്ഞു പോകൂലെന്ന് നമുക്ക് പേടി. പക്ഷെ യഥാർത്ഥ പുണ്യമായ യഥാർത്ഥത്തിൽ ഈ എളിമയുള്ളവർക്ക് അറിയാം, ഇത് ഞാനല്ല എന്നെ വലിയതാക്കേണ്ടത്, എന്നെ സൃഷ്ടിച്ചവൻ എന്നെ വലുതാക്കിക്കോളും. അവിടെയാണ് ശരിയായിട്ടുള്ള വലിപ്പം എന്ന് മനസ്സിലാക്കാനുള്ള കൃപ കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് ഈ എളിമ എന്ന പുണ്യം. അപ്പൊ ശരിക്കും നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഇല്ലായ്മയും ദൈവം നമ്മില് വരുത്തുന്ന നമ്മിലേക്ക് തരുന്ന മഹത്വവും മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു പുണ്യം വേണം. പിന്നെ രണ്ടാമത് പറയുവാണ്, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ മാതൃക സ്വീകരിക്കുക. അതായത് ക്രിസ്തു ഫിലിപ്പിയർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പറയുവാണ്, അവിടുന്ന് തന്നെ താഴ്ത്തി സ്വയം ശൂന്യനായി മനുഷ്യന്റെ രൂപം സ്വീകരിച്ചു. അതും പോരാഞ്ഞിട്ട് ഒരപ്പമായി മാറി നമ്മുടെ മുന്നിൽ. അപ്പം നമ്മുടെ ഗുരുവും നാഥനും കർത്താവും ദൈവവുമായ ക്രിസ്തു സ്വയം എളിമപ്പെടുത്തി. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ എളിമ എന്ന പുണ്യം നമ്മുടെ ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് മാതൃകയാക്കിക്കൊണ്ട് നമ്മൾ പഠിക്കണം. ഇനി മൂന്നാമത്തെ ഉദ്ദേശം എന്താണ്? എളിമപ്പെടലിൽ നിന്നും ആനന്ദവും മഹത്വവും, പ്രത്യേകിച്ച് നമ്മുടെ രക്ഷകന്റെ ആഹ്ലാദവും സംതൃപ്തിയും നമുക്കുണ്ടാവുന്നു.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് യഥാർത്ഥമായ ആനന്ദം കിട്ടുന്നത് എല്ലാവരും നമ്മളെ ഇങ്ങനെ വായുവില് വാക്കുകൾ കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ പൊക്കി വെക്കുമ്പോഴല്ല. അങ്ങനെ പൊക്കി വെക്കുമ്പോഴത്തേക്ക് ശരിക്കും നമുക്കൊരു പേടിയാണ്. കാരണം എപ്പോഴാണ് ഇവര് കൈ താഴ്ത്തി നമ്മളെ താഴെ ഇടുന്നതെന്ന് ഒരു പേടിയുണ്ടാവും. അതേസമയം യഥാർത്ഥ എളിമയിൽ, അതായത് മറ്റുള്ളവരുടെ മുന്നിലൊക്കെ നമ്മളെ ചവിട്ടി തേക്കപ്പെട്ടു എന്നാലും നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ ഒരു ശാന്തതയും തൃപ്തിയും ആനന്ദവും ഉണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ ആനന്ദം. അതായത് ഇവിടെ പറയുന്ന ഇതാണ്, യേശുക്രിസ്തു നമുക്ക് തരുന്ന യഥാർത്ഥ ആനന്ദം ഒന്നുകൊണ്ടും നീങ്ങിപ്പോകാത്ത ആനന്ദം നമുക്ക് കിട്ടുന്നത് ഈ എളിമ എന്ന പുണ്യം നമ്മൾ സമ്പാദിച്ചു കഴിയുമ്പോഴാണ്. വീണ്ടും അടുത്ത് പറയുന്നു, പാപിയായ മനുഷ്യൻ എളിമപ്പെടാൻ തീർത്തും യോഗ്യനാണ്. അത് ന്യായമായ കാരണം. അതായത് നമ്മൾ എളിമപ്പെടുകയല്ല, അതാണ് നമ്മുടെ നീചമായ അവസ്ഥ. ഇത് നമ്മുടെ യഥാർത്ഥ അവസ്ഥയായതുകൊണ്ട് നമ്മൾ എളിമപ്പെട്ട് തന്നെയാണ് ജീവിക്കേണ്ടതെന്നാണ് പറയുന്നത്. എന്നിട്ട് ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടി, അതായത് നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ, ഇത് ഞാൻ വേറൊരു കാര്യമാണ് ഇപ്പൊ ഓർക്കുന്നത്. ഈ പകാനിയച്ഛന്റെ തന്നെ വേറൊരു ബുക്കിൽ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്, യഥാർത്ഥമായ സ്നേഹവും ലോകം തരുന്ന സ്നേഹത്തിന്റെയും വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. ഈ ലോകം തരുന്ന സ്നേഹം നമ്മൾ ഒരുപാട് അതിനുവേണ്ടി പൈസ കൊടുക്കണമല്ല, നമ്മൾ അതിനുവേണ്ടി ചെലവാക്കണം. നമ്മൾ അവരെ നല്ല വാക്കുകൾ പറയണം, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യണം, അവരോട് ചേർന്ന് നിൽക്കണം. അങ്ങനെയൊക്കെ നിന്നാലേ ലോകത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിന്റെ സ്നേഹത്തിന് ഇതൊന്നും വേണ്ട. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് ഒരു ചെലവുമില്ല. നമ്മളെ തന്നെ ഇല്ലാതാക്കി നമ്മൾ എന്തായിരിക്കുന്നു ആ അവസ്ഥയില് ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ സ്നേഹം മാത്രം. നമ്മളുടെ യഥാർത്ഥമായ അവസ്ഥയിൽ നമ്മൾ ഈശോയെ സ്നേഹിക്കുക. നമ്മളുടെ പാപകരമായ അവസ്ഥ, നമ്മുടെ ബലഹീനമായ ആ അവസ്ഥയിൽ തന്നെ ഈശോയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഈശോയുടെ സ്നേഹം നമ്മളിൽ നിറയും. അതേസമയം മനുഷ്യരുടെ സ്നേഹം നമ്മളിൽ നിറയണമെങ്കിൽ നമുക്ക് കുറച്ച് കാശുണ്ടാവണം, നമുക്ക് കുറച്ച് സൽപ്പേരുണ്ടാവണം, നമ്മൾ അവരെ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കണം, അവരുടെ കൂടെ പോകണം, ഇതൊക്കെ ചെയ്യണം. ഇതിനൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യണം, നമ്മളെ തന്നെ സ്പെൻഡ് ചെയ്യണം. അതേസമയം ഈശോയുടെ സ്നേഹം കിട്ടാനായിട്ട് നമ്മൾ ഈശോയെ സ്നേഹിച്ചാൽ മാത്രം മതി. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഈശോയെ സ്നേഹിച്ചാൽ മാത്രം മതി. അപ്പൊ ഇവിടെ ആ ഒരു കാര്യം എന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഇന്നും എപ്പോഴും ദൈവത്തോട് പൊരുതുകയാണ്. നമ്മൾ ശരിക്കും പോരാടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ആഗ്രഹം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം സന്തോഷം കിട്ടണം. പ്രത്യേകിച്ച് ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാം സഡൻ ആയിട്ട് കിട്ടണം. യൂസ് ആൻഡ് ത്രോ എന്ന് പറഞ്ഞ ഒരു കൺസ്യൂമർ സിസ്റ്റത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ഇപ്പൊ ഉള്ള ഉപയോഗത്തിന് നമ്മൾ എടുക്കുക, പിന്നെ അങ്ങോട്ട് വലിച്ചെറിയുക. അത് ശരിക്കും അത് പ്ലാസ്റ്റിക്കിലും പേപ്പർ പ്ലേറ്റുകളിലും ടവലുകളിലും മാത്രമല്ല വന്നിരിക്കുന്നത്. ശരിക്കും നമ്മുടെ എല്ലാ ജീവിത സിസ്റ്റത്തിലേക്കും ഈ ഒരു സിദ്ധാന്തം കയറി വന്നിട്ടുണ്ട്. കാരണം കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊച്ചു കുഞ്ഞുങ്ങള് അവരെ കൊണ്ട് നമുക്ക് ഉപയോഗമൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് ഒരുപാട് ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ വേണ്ട. അവർക്ക് ഇപ്പം അതായത് കുഞ്ഞുങ്ങളെ കൊണ്ട് ഉപയോഗം കിട്ടുന്ന 10-20 വർഷം കഴിയുമ്പോഴല്ലേ. അതുവരെ ഇങ്ങനെ ഇവരെ വളർത്തി ഇവരുടെ പുറകെ നടന്ന് ഇവർക്ക് വേണ്ടി എല്ലാം സ്വയം സ്പെൻഡ് ചെയ്ത് എന്നിട്ട് എന്താ കാര്യം എന്നാണ് ചോദിക്കുന്നത്. അതായത് അവർക്ക് അവരുടെ സമയം വേസ്റ്റ് ആക്കാൻ അവർക്ക് ഇല്ല എന്ന്. അതുപോലെ തന്നെ പ്രായമായവര് 10-80 വയസ്സായവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അവര് എത്രയോ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളുടെ ജീവിത സാഹചര്യങ്ങളും മാറി വന്നിട്ടുണ്ട്. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇത് നമ്മുടെ തലമുറയിൽ അത്രയും വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിലും ഇപ്പം വരുന്ന യുവതലമുറയിൽ ഇത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മുടെ ബഹുഭൂരിപക്ഷത്തിലേക്ക്, പക്ഷെ ഞാൻ അങ്ങനെ എല്ലാവരും പറയുന്നില്ല, ഒരുപാട് കുടുംബങ്ങള്, ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നോക്കുമ്പോഴേക്കും ഒരു 5% ഉണ്ടാകും കുഞ്ഞുങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക് ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മക്കളെ ദൈവത്തിന്റെ ദാനമായി വളർത്തുന്ന കുടുംബങ്ങളുണ്ട്, ദമ്പതികളുണ്ട്. അതുപോലെ മാതാപിതാക്കൾക്ക് വേണ്ടി അവരുടെ ജോലി പോലും കളഞ്ഞുകൊണ്ട് നോക്കുന്ന മക്കളും ഉണ്ട്. പക്ഷെ അത്
നമ്മൾ ഒരുപക്ഷെ ഒരു അനുപാതം നോക്കിയിട്ടുണ്ടെങ്കിൽ 95:5 ഒക്കെ ആയിരിക്കും, അത്രേ ഉള്ളൂ അതിന്റെ ഒരു അളവ്. അപ്പൊ ഇങ്ങനത്തെ ഒരു, അതായത് പെട്ടെന്നുള്ള ഒരു സന്തോഷം, എല്ലാം പെട്ടെന്ന് കിട്ടണം, പെട്ടെന്ന്. ഇനിയിപ്പം മരിച്ചു കഴിഞ്ഞ് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സന്തോഷം ഉപേക്ഷിക്കാൻ പറ്റുമോ? അതാണ് പലരുടെയും ചോദ്യം. അതായത് മരിച്ചു കഴിയുമ്പോൾ നിത്യജീവൻ കിട്ടുമെന്ന് കരുതി ഇവിടെ കിട്ടേണ്ട കുറച്ച് കൊച്ചു സന്തോഷങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ആനന്ദം, അതായത് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയാൽ മതി, ഇനി കിട്ടിയില്ലെങ്കിൽ വേണ്ടില്ല, ഭാവി എന്താണെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് ശരിക്കും അതൊക്കെ നമ്മൾ ദൈവത്തോട് പൊരുതുകയാണ്. വളരെ വേദന സഹിച്ച് വീണ്ടെടുക്കുകയും ദൈവത്താൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്ത മനുഷ്യൻ സ്വന്തം ആത്മാവിനെ ദൈവത്തിൽ നിന്നും അകറ്റി സാത്താന് കൊടുക്കുന്നു. അതിനാൽ നന്ദിഹീനവും അസന്തുഷ്ടവുമായ മനുഷ്യൻ ദുഃഖത്തിനും ചിന്താക്കുഴപ്പങ്ങൾക്കും മാത്രം യോഗ്യനാകുന്നു. നീതിയിൽ പരിഗണിക്കുമ്പോൾ അവന് അർഹമായത് കഷ്ടതകളാണ്. എന്നാൽ ദൈവത്തിന്റെ അനന്തമായ നന്മയും കരുണയും മൂലം അവന്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു. നോക്കൂ, ശരിക്കും ഈ സന്തോഷങ്ങളുടെയും നമുക്ക് കിട്ടുന്ന ഈ പെട്ടെന്ന് കിട്ടുന്ന സന്തോഷങ്ങളും പിന്നെ നമ്മുടെ ഉള്ളില് അത് കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനും, ഈ ഒരു തിന്മയിൽ നിന്ന് വരുന്ന ആനന്ദത്തിന്റെ, അതായത് ഒരു ആനന്ദം കിട്ടുമെങ്കിലും അത് കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനും ഒരു ചിന്താക്കുഴപ്പം. അതായത് എവിടെ നമുക്ക് ഈ ഹൃദയത്തില് ശാന്തമായ ഒരു ആനന്ദവും സമാധാനവും അനുഭവിക്കാതെ വരുന്നു, ഏത് കാര്യങ്ങളിൽ ഏത് നമ്മുടെ ഒരു അവസ്ഥ, മാനസിക അവസ്ഥയിൽ നമുക്കിത് അനുഭവിക്കാൻ പറ്റാതിരിക്കുന്നു, അതിന്റെ അർത്ഥം ദൈവാത്മാവിന്റെ ഒരു പ്രവർത്തനം നമ്മളിൽ ഇല്ലെന്നാണ്. എന്ന് കരുതി നമുക്ക് ദുഃഖവും സഹനവും വരുന്നത് എല്ലാം സാത്താന്റെ ആണെന്നല്ല ഞാൻ പറയുന്നത്. ഈ സഹനം വരുമ്പോഴും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോഴും നമുക്ക് അത് നേരിടുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ആഴമായ ഒരു ശാന്തത ഉണ്ടാവും, ഒരു സമാധാനം ഉണ്ടാവും. അതാണ് ദൈവാത്മാവിന്റെ നമ്മളിലുള്ള പ്രവർത്തനം. പക്ഷെ ഇതൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും ഐസ്ക്രീം കഴിക്കുന്ന ഒരാനന്ദം, ആ ഒരു ആനന്ദം എന്നൊക്കെ പറയുന്നത്, അതല്ലെങ്കിൽ ആ സന്തോഷം എന്നൊക്കെ പറയുന്നത് അത് പെട്ടെന്ന് തീരുന്നതാണ്. അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഉണ്ടാകുന്ന ചിന്താക്കുഴപ്പങ്ങൾ മാത്രമാണ്. ചിന്താക്കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ, നമുക്കുള്ള ഒരു ക്ലാരിറ്റി ഇല്ല ഒന്നിനെ കുറിച്ചും. ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്നത് അതായത് ഇനി മുന്നോട്ടുള്ള ഭാവി മുഴുവൻ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊന്നും മനസ്സിലാവുന്നില്ല. ജീവിതത്തിലെ ഒരു ഒരു കലങ്ങിയ അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ആ ഒരു അവസ്ഥയ്ക്ക് വരുമ്പോഴേക്കും നമ്മൾ ഓർക്കുക, അതായത് നമ്മള് ദൈവത്തിൽ നിന്ന് അകന്ന് സാത്താന് നമ്മൾ വഴി കൊടുക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ നീതി പരിഗണിക്കുന്ന നമുക്ക് അർഹതയുള്ളത് കഷ്ടതകളൊക്കെയാണ്. പക്ഷെ കർത്താവിന്റെ അനന്തമായ നന്മയും കാരുണ്യവും മൂലം നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടുന്നു. അപ്പൊ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും ദുഃഖിക്കരുത്. കാരണം ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നേ, നമ്മള് ഇപ്പൊ എന്തുമാത്രം പ്രാർത്ഥിച്ചിട്ടും എന്തുമാത്രം പരിശ്രമിച്ചിട്ടും ഈ പാപത്തിന്റെ ഒരു നമ്മളിലുള്ള ഈ പാപത്തിന്റെ ഒരു ചായ്വുണ്ടല്ലോ, അത് മാറുന്നില്ലല്ലോ കർത്താവ്. ഇത് എന്നാണ് എന്നെ ആര് രക്ഷിക്കും? പൗലോസ്ലീഹ പറഞ്ഞ പോട്ടൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പം എനിക്ക് കിട്ടുന്ന ഒരു വലിയൊരു ആനന്ദം എവിടെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈശോ വന്നത് നമ്മളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ്. അതായത് മിശിഹ ഈശോ ജനിച്ചതും ജീവിച്ചതും മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും നമ്മളെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ്. അത് നമുക്ക് വലിയൊരു ആനന്ദമല്ലേ. ഈശോ എന്നിട്ട് പറയാണ്, നിങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവ് കുരിശിലെ കൈ മുഴുവൻ തുറന്നു വെച്ചുകൊണ്ട് ഈശോ പറയാണ്, നിങ്ങൾ ഞാൻ ഹൃദയവും തുറന്നു വെച്ചിട്ട് പറയാണ്, എൻ്റെ അടുത്തോട്ട് വാ, ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചേക്കാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ പാപാവസ്ഥയും നമ്മുടെ ബലഹീനതകളും കണ്ട് നമുക്ക് ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കാരുണ്യവാനായ കർത്താവ് പാപികളായ നമ്മളെ സ്വീകരിക്കാനാണ് കർത്താവിന്റെ ഹൃദയം കുത്തി തുറന്നത്.
അവിടുന്ന് ചോരയും വെള്ളവും ഒഴുക്കിയത്, അവിടുന്ന് കുരിശിൽ മരിച്ചത് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് നമുക്ക് പാപമോചനം തരാനാണ്. നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, അവിടുത്തെ സന്നിധിയിൽ പോയി പറഞ്ഞാൽ മതി, എന്റെ കർത്താവ് ഞാൻ പാപിയാണ്, എന്നെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞാൽ മാത്രം മതി. അവിടുന്ന് നമ്മളെ പൂർണ്ണമായിട്ടും സ്വീകരിച്ചോളും. അടുത്തത് വായിച്ചോളൂ. തന്റെ കുറ്റകൃത്യങ്ങൾ മൂലം മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കള്ളൻ പിന്നീട് ഔദാര്യത്താൽ ആ ശിക്ഷയിൽ നിന്ന് മുക്തനാകുമ്പോൾ എല്ലാവരുടെ മുൻപിലും എളിമപ്പെടാൻ അവനൊരു കാരണമുണ്ട്. ഒരു കള്ളനെന്ന നിലയ്ക്ക് അവനെ തന്നെ ഉയർത്താനോ മഹത്വപ്പെടുത്താനോ അവന് ഒരു കാരണവുമില്ല. മറിച്ച് അവന് കിട്ടിയ ഔദാര്യത്തെക്കുറിച്ച് തന്നോട് ഔദാര്യം കാണിച്ചവരോട് എപ്പോഴും നന്ദി പറയാൻ മാത്രമേ അവന് അവകാശമുള്ളൂ. അവൻ തന്നെ മോചിപ്പിച്ചവനോട് എല്ലാ സമയത്തും കടപ്പെട്ടവനായി അവൻ്റെ അധ്വാനവും ജീവിതവും തൻ്റെ ഉപകാരിക്ക് വേണ്ടി ചിലവഴിക്കുന്നു. തൻ്റെ ഉപകാരിയുടെ സേവനത്തിൽ എത്ര വലിയ ശുശ്രൂഷയിൽ ഏർപ്പെട്ടാലും അവൻ്റെ ജീവൻ തന്നെ പണയപ്പെടുത്തേണ്ടി വന്നാലും അതിനെക്കുറിച്ച് അവന് മഹത്വം സ്വീകരിക്കുവാൻ കാരണമില്ല. എന്തെന്നാൽ ആ കള്ളന്റെ ഉപകാരി ഒരു മഹാനായിരിക്കെ അവൻ്റെ ജീവൻ വീണ്ടെടുക്കാൻ പ്രാർത്ഥനകളും അധ്വാനവും സ്വന്തം സാന്നിധ്യവും മാത്രമല്ല, ഒരുപാട് അലച്ചിലും വിശപ്പും ദാഹവും അപകടങ്ങളും ദ്രോഹങ്ങളും ആ മനുഷ്യന്റെ ജീവനെ നീതിപൂർണമായ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി സഹിച്ചു. അതിനാൽ അനുതപിക്കുന്ന പാപി താരതമ്യമില്ലാത്ത വിധം തീരെ കുറിച്ച് മാത്രമേ സ്വയം പുകഴ്ത്താവൂ. അതേസമയം തൻ്റെ അധ്വാനത്തെക്കുറിച്ച് മേനി പറയുമ്പോൾ സ്വയം ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ ദൈവത്തിന് വേണ്ടി എന്തു തന്നെ ചെയ്യാൻ കഴിഞ്ഞാലും അതൊന്നും തന്നോട് അവിടുന്ന് ചെയ്ത നന്മകൾക്കും ദാനങ്ങൾക്കും കൃപകൾക്കും വാഗ്ദാനങ്ങൾക്കും തന്നെ വീണ്ടെടുക്കുവാൻ അവിടുന്ന് സഹിച്ചവയ്ക്കും അവിടുത്തെ സ്വയം ശൂന്യമാക്കലിനും തുല്യമാകില്ല എന്ന് തിരിച്ചറിയണം. അപ്പൊ ഇവിടെ ഒരു ഉപമ തരുവാണ്. ഈ ഉപമ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഈശോ നമ്മോട് കാണിച്ച ഒരു കരുണയെ കുറിച്ചാണ് ഇവിടെ പറയാൻ. തന്റെ കുറ്റകൃത്യങ്ങൾ മൂലം മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കള്ളൻ പിന്നീട് ഔദാര്യത്താൽ ആ ശിക്ഷയിൽ നിന്ന് മുക്തനാകുമ്പോൾ എല്ലാവരുടെ മുൻപിലും എളിമപ്പെടാൻ അവന് കാരണമുണ്ട്. ഒരു കള്ളൻ എന്ന നിലയ്ക്ക് അവനെ തന്നെ ഉയർത്താനോ മഹത്വപ്പെടുത്താനോ അവന് ഒരു കാരണവുമില്ല. മറിച്ച് അവന് കിട്ടിയ ഔദാര്യത്തെക്കുറിച്ച് തന്നോട് ഔദാര്യം കാണിച്ചവരോട് എപ്പോഴും നന്ദി പറയാൻ മാത്രമേ അവന് അവകാശമുള്ളൂ. ഇനി അങ്ങനെ മോചിപ്പിക്കപ്പെട്ടത് കൊണ്ട് അവന് വേണ്ടി സഹിക്കേണ്ടി വന്നാലും അവന് വേണ്ടി എന്ത് ചെയ്യാൻ, അതായത് തന്നെ മോചിപ്പിച്ചവന് വേണ്ടി എന്ത് ചെയ്യാനും തന്റെ ജീവൻ തന്നെ പണയപ്പെടുത്തി വന്നാലും അവന് അതിനെക്കുറിച്ചൊരു മഹത്വം സ്വീകരിക്കാനില്ല. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇവിടെ ശരിക്കും നമുക്കറിയാം ഈ ഒരു ഇത് പറയുന്നത് നമ്മളാണ് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ പാപങ്ങൾ മൂലം, നമ്മുടെ പൂർവികരുടെ പാപങ്ങൾ മൂലം, നമ്മളുടെ ജീവിത അവസ്ഥകൾ മൂലം ശരിക്കും നമ്മൾ മരണത്തിന് വിധിക്കപ്പെട്ടവരാണ്. പക്ഷെ നമ്മളെ കർത്താവ് തൻ്റെ ജീവൻ കൊടുത്ത് നമ്മൾ അതിൽ നിന്ന് മോചിപ്പിച്ചു. അതിൽ നിന്ന് മോചിപ്പിച്ചിട്ട് നമുക്ക് ജീവൻ തന്നു. ഇനി അപ്പൊ ഇവിടെ ശരിക്കും അതായത് മനുഷ്യരുടെ ഒരു വ്യവസ്ഥ അനുസരിച്ച് നമുക്കറിയാം, ഇപ്പൊ എനിക്ക് ഒരു വൃക്ക തന്നു, അല്ലെങ്കിൽ എനിക്ക് ഒരു ഹൃദയം തന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യും. അപ്പൊ എന്നിട്ട് ഇവിടെ ചോദിക്കുകയാണ്, ഇത്രയൊക്കെ ചെയ്ത കർത്താവിനോട് നമുക്ക് എങ്ങനെയാണ്? അതിനാൽ അനുതപിക്കുന്ന പാപി താരതമ്യമില്ലാത്ത വിധം തീരെ കുറച്ചു മാത്രമേ സ്വയം പുകഴ്ത്താവൂ. കാരണം നമുക്കറിയാം കർത്താവിന്റെ കൃപ മാത്രമാണ്. കർത്താവിന്റെ കൃപ മാത്രമാണ് നമ്മുടെ ജീവന്റെ വില. നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും മൂല്യം ഉണ്ടെങ്കിൽ അത് അവിടുത്തെ കൃപ മാത്രമാണ്. അതേസമയം തന്റെ അധ്വാനത്തെ കുറിച്ച് മേനി പറയുമ്പോൾ സ്വയം ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. അതായത് എല്ലാം ചെയ്തിട്ടും നമ്മൾ ഇത്രയും പറയണം, ഞാൻ എൻ്റെ കടമ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒന്നും കൂടുതൽ ചെയ്തിട്ടില്ല. എനിക്ക് ഞാൻ ചെയ്യേണ്ട കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ, നന്ദി പറയാനോ നന്ദി കേൾക്കാനും മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഉള്ള ബോധ്യത്തിലേക്ക് വരണം. തൻ്റെ ദൈവത്തിന് വേണ്ടി എന്ത് തന്നെ ചെയ്യാൻ കഴിഞ്ഞാലും
അതൊന്നും തന്നോട് അവിടുന്ന് ചെയ്ത നന്മകൾക്കും ദാനങ്ങൾക്കും കൃപകൾക്കും വാഗ്ദാനങ്ങൾക്കും തന്നെ വീണ്ടെടുക്കാൻ അവിടുന്ന് സഹിച്ചവയ്ക്കും അവിടുത്തെ സ്വയം ശൂന്യമാക്കലിനും ഒന്നും ഇത് തുല്യമാവുകയേയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളോട് ഇവിടെ ഇതിലൂടെ നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്. അതായത് നമ്മൾക്ക് എളിമപ്പെടാൻ എല്ലാ കാരണമുണ്ട്. ശരിക്കും എളിമപ്പെടലല്ല, അത് നമ്മുടെ യഥാർത്ഥ അവസ്ഥയിലേക്ക് വരികയാണെന്നാണ് ഇവിടെ പകാനേച്ചൻ പറഞ്ഞു തരുന്നത്. അതാണ് നമ്മുടെ യഥാർത്ഥ അവസ്ഥ. നമ്മൾ ശരിക്കും ഒന്നുമല്ല. കർത്താവ് നമ്മളെ മോചിപ്പിച്ചില്ലായിരുന്നെങ്കിൽ, നമുക്കറിയാലോ മറ്റേ എന്താണ് 10,000 താലന്തുകൾ കടമുണ്ടായിരുന്ന ഒരാളെ യജമാനൻ വിളിച്ചിട്ട് അത് അടച്ചു തീർക്കാൻ പറഞ്ഞു. 10,000 താലന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പറ്റാത്തൊരു സംഖ്യയാണ്. അതായത് ഒരു താലന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഒരു വർഷത്തെ ശമ്പളമാണ്. ഒരു വർഷം ഒരാള് പണിയെടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്നത് ഒരു താലന്താണ്. അതായത് ഒരു ധനാറ വീതം ആണ് ഒരു ദിവസത്തെ വേതനം. അപ്പം 10,000 താലന്ത് അപ്പൊ 10,000 വർഷം ആര് ജീവിക്കുന്നു? നമ്മൾ കൂടി വന്നു കഴിഞ്ഞാൽ മാക്സിമം 100 110 വർഷം ജീവിക്കും. ഈ 10,000 വർഷം ആർക്ക് ജീവിക്കാൻ പറ്റും? 10,000 പോയിട്ട് 1000 വർഷം ആർക്ക് ജീവിക്കാൻ പറ്റും? അപ്പൊ ഈ 10,000 താലന്ത് കടപ്പെട്ടവനോട് യജമാനൻ വിളിച്ചിട്ട് പറയാണ്, വേഗം നീ എന്റെ കടം വിട്ട് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, യജമാനൻ എന്നോട് ക്ഷമിക്കണം, എൻ്റെ അടുത്ത് ഒന്നുമില്ല. അപ്പൊ യജമാനൻ പറയുകയാണ്, നിന്റെ ഭാര്യനെയും വീടും എല്ലാം വിറ്റ് എല്ലാം എനിക്കിതാ, അത് എല്ലാം വെച്ച് നിന്റെ കടം വിട്ടാൻ പറയാണ്. അപ്പം യജമാനോട് കരുണയ്ക്ക് വേണ്ടി ചോദിച്ചപ്പോഴത്തേക്ക് യജമാനൻ കരുണ കാണിച്ചു, പൂർണ്ണമായിട്ടും കരുണ കാണിച്ച് അത് വിട്ടുകൊടുത്തു. ഈ യജമാനൻ 10,000 താലന്ത് ഇളവ് ചെയ്തു കൊടുത്ത്, ആ ഇളവ് ചെയ്ത് കിട്ടിയ ശിഷ്യൻ ഈ വേലക്കാരൻ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും തൻ്റെ കൂടെ തൻ്റെ സഹപ്രവർത്തകനായ അയാള് ശരിക്കും കുറച്ച്, അതായത് 1000 വളരെ കുറച്ച് അയാള് കടം വാങ്ങിയിട്ടുള്ളൂ. അത് കൊടുക്കാത്തപ്പോഴത്തേക്കും ഇയാള് വീണ്ടും, അപ്പൊ മറ്റേ കൂട്ടുകാരൻ പറഞ്ഞു, എനിക്ക് കുറച്ച് ദിവസം എന്തോ 300 ധനാറ ഏതാണ്ടോ കൊടുക്കാനുള്ളൂ, അപ്പൊ കുറച്ച് ദിവസമെങ്കിലും അതായത് ഒരു 2-3 മാസം പണിയെടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന പൈസയെ ഇയാൾക്ക് കൊടുക്കാനുള്ളൂ. അയാൾ അത് സമ്മതിച്ചില്ല. അയാളുടെ കഴുത്തിന് ഞെക്കിപ്പിടിച്ച് ഇത് ചെയ്ത് കൊടുക്കാതെ വന്നപ്പോഴേക്കും അയാളെ ജയിലിൽ അടച്ചു എന്നാ പറയുന്നത്. ഇത് കേട്ട യജമാനൻ മറ്റേയാളെ വിളിച്ചു പറഞ്ഞു, നിനക്ക് ഞാൻ ഇളവ് ചെയ്ത് തന്ന പോലെ നിന്റെ സഹോദരനോട് നീയും കരുണ കാണിക്കേണ്ടതല്ലായിരുന്നു എന്ന്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ ക്ഷമയെ കുറിച്ച് പറയാനല്ല, ഞാനിത് പറഞ്ഞത് നമ്മളോട് കർത്താവ് കാണിച്ച കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10,000 താലന്ത് നമ്മളോട് ക്ഷമിച്ചേക്കുക. കർത്താവ് നമുക്ക് എല്ലാം ക്ഷമിച്ച് തന്നേ. ഇനി നമ്മളൊന്ന് കർത്താവിന്റെ ആ ക്ഷമയൊന്ന് സ്വീകരിച്ചാൽ മാത്രം മതി. നമ്മുടെ അവസ്ഥ ഒന്ന് തിരിച്ചറിഞ്ഞ്, കർത്താവ് എനിക്ക് തെറ്റിപ്പോയി, ഇത് ഈ മഹാഭാവി ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് നമ്മളൊന്ന് അവിടുത്തെ സന്നിധിയിലോട്ട് എത്തിയാൽ മാത്രം മതി. കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ശരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ 10,000 താലന്ത് കടപ്പെട്ടവരാണ് കർത്താവിനോട്. അപ്പൊ ശരിക്കും താഴുക അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഇല്ലായ്മയാണ് എന്ന് മനസ്സിലാക്കി തരുവാണ്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യായേ. ആരെങ്കിലും 13-ാമത്തെ അധ്യായം വായിക്കാൻ തുടങ്ങും? ഒന്നിനെ കുറിച്ചും മഹത്വം പറയാൻ നമുക്ക് അവകാശമില്ല. ഓരോ പുണ്യപ്രവർത്തികളും അത് ദൈവത്തിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും യോഗ്യവും സ്തുതിക്കും മഹത്വത്തിനും അർഹവുമാണ്. ദൈവം മാത്രമാണ് അത്ഭുതങ്ങൾ നിറവേറ്റുന്നത്. അവിടുത്തെ നന്മയാൽ മനുഷ്യന് നന്മ പ്രവർത്തിക്കാൻ അവ പ്രേരകങ്ങളാകുന്നു. അതിനാൽ ദൈവത്തിന് മാത്രമാണ് എല്ലാ ആദരവും പുകഴ്ചയും. അപ്പൊ എല്ലാ പുണ്യപ്രവൃത്തികളും ദൈവത്തിൽ നിന്നല്ലാതെ പുണ്യങ്ങൾ വരുന്നില്ല. അപ്പൊ നമുക്ക് ഏറ്റവും യോഗ്യവും സ്തുതിക്കും മഹത്വത്തിനും അർഹമായിട്ടുള്ള എല്ലാ പുണ്യപ്രവൃത്തികളും ദൈവത്തിൽ നിന്ന് മാത്രമാണ് വരുന്നത്. നമ്മുടെ അടുത്തുനിന്ന് ഒന്നുമില്ല. എല്ലാ പുകഴ്ചയും ആദരവും കർത്താവിന് മാത്രമാണ് കൊടുക്കേണ്ടത്. കണ്ടിന്യൂ ചെയ്തോ.
ദൈവത്തിന്റെ പാകം വയ്ക്കൽ, അവിടത്തേക്ക് മഹത്വം, മനുഷ്യന് സമാധാനം. രക്ഷകൻ ഭൂമിയിൽ പിറന്നതിന്റെ ആനന്ദത്തിൽ മാലാഖമാർ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വവും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും ആശംസിച്ചു. അങ്ങനെ മഹത്വവും പുകഴ്ചയും ദൈവത്തിന് മാത്രം. മനുഷ്യൻ നിയോഗിക്കപ്പെട്ട അവന്റെ ഭാഗധേയമാണ് സമാധാനം. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ദൈവത്തിന് മഹത്വം, മനുഷ്യന് സമാധാനം. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് കിട്ടേണ്ട സമാധാനം നമുക്ക് കിട്ടും. അപ്പൊ ഭാഗം വെക്കുമ്പോഴേക്കും കൃത്യമായിട്ട് ഭാഗം തിരിക്കണം. ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന്, നമുക്ക് കിട്ടേണ്ടത് മാത്രമേ നമ്മൾ എടുക്കാവൂ. അല്ലാതെ ദൈവത്തിന് കിട്ടേണ്ട മഹത്വം നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അത് ഭൂമിയിൽ പിറന്ന മാലാഖമാരെങ്ങനെയാണ് പറഞ്ഞത്? ദൈവത്തിന് മഹത്വം, മനുഷ്യർക്ക് സമാധാനം. അപ്പൊ അത് നമുക്ക് അർഹതപ്പെട്ടതാണ് നമ്മൾ എടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ഭാഗം ആരെങ്കിലും വായിക്കോ? ശാന്തമായ മനുഷ്യരുടെ അതിമോഹങ്ങൾ. മനുഷ്യർ ദൈവത്തിന്റെ മഹത്വം കവർന്നാൽ അവരുടെ സമാധാനവും മഹത്വവും നഷ്ടപ്പെടും. മറ്റുള്ളവരുടെ വിഹിതം അവർ മോഷ്ടിച്ചെടുക്കുമ്പോൾ അവരുടെ നീതിയാലുള്ള വിഹിതവും അവർക്ക് നഷ്ടപ്പെടുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, അതായത് മഹത്വം ദൈവത്തിനുള്ളതാണ്. നമ്മള് മോഷ്ടിക്കാൻ പോകരുത്. നമ്മുടേതല്ലാത്തൊരു കാര്യം നമ്മൾ മോഷ്ടിക്കാൻ പോകരുത്. മോഷ്ടിച്ചു കഴിഞ്ഞാല് നമുക്ക് കിട്ടേണ്ട, ന്യായമായി കിട്ടേണ്ട സമാധാനവും പോവും, മഹത്വമായിട്ട് കിട്ടുകയില്ല. അപ്പൊ അതുകൊണ്ട് അത് കൃത്യതയോടുകൂടെ ചെയ്യാനായിട്ട് പറയാണ്. അപ്പൊ ഓരോരുത്തരുടെ വിഹിതം മാത്രം സ്വീകരിക്കാനായിട്ട്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തു. എളിമയുടെ അഭ്യസനം. ദൈവത്തിന്റെ ദാസന്മാരായ എല്ലാവർക്കും തങ്ങളെ ആദരിക്കുകയോ പുകഴ്ത്തുകയോ ചെയ്യുമ്പോൾ അപ്രീതി അനുഭവപ്പെടണം. താൻ തന്നെയോ മറ്റുള്ളവരോ തങ്ങളുടെ നാവുകൾ സ്വയം പുകഴ്ചയ്ക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പേടിക്കണം. ഓരോ പുകഴ്ചയും സ്തുതിയും ദൈവമഹത്വത്തിനായി കൊടുക്കണം. കാരണം നമ്മുടെ ശൂന്യതയും ദൈവത്തിന്റെ അനന്തമായ മഹത്വവും നന്മയും നമുക്ക് അറിയാവുന്നതാണല്ലോ. കണ്ടിന്യൂ ചെയ്തു. ദൈവകൃപയാൽ നിറവേറ്റപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് സ്വയം മഹത്വപ്പെടുത്താൻ ആർക്കും ആവില്ല. കാരണം പാപങ്ങളെ പ്രതിരോധിക്കുന്നതും പുണ്യങ്ങളിൽ നടക്കുന്നതും ദൈവഹിതപ്രകാരവും അവിടുത്തെ ശക്തി കൊണ്ടും അനന്തമായ കൃപ കൊണ്ടുമാണ് സാധ്യമാകുന്നത്. അപ്പൊ ഇവിടെ പറയുവാണ്, എന്താണ്, ദൈവത്തിന്റെ ദാസന്മാരായ എല്ലാവർക്കും തങ്ങളെ പുകഴ്ത്തുന്നത് കേൾക്കുമ്പോഴത്തേക്ക് അപ്രീതി അനുഭവപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുമാതിരി ഗോഷ്ഠി കാണിച്ച് അത് അയ്യോ വായോ എന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ ചിലരോടൊക്കെ പറയാറുണ്ട്, അതായത് ഇപ്പം ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓടി രക്ഷപ്പെടേണ്ട കാര്യം അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ ജീവിതത്തെ പ്രതി അവര് സന്തോഷിക്കുമ്പോഴേക്കും അതിൽ നമ്മൾ സന്തോഷിക്കേണ്ട എന്താന്ന് വെച്ചാൽ ദൈവം നമ്മളിൽ ചെയ്ത വലിയ കാര്യങ്ങൾ. ദൈവം ആരെങ്കിലും നമ്മളെ പുകഴ്ത്തുമ്പോഴത്തേക്കും നമ്മൾ ആ പുകഴ്ച നമ്മളല്ല സ്വീകരിക്കേണ്ടത്, അത് നമ്മൾ സ്വീകരിച്ച് കർത്താവിന് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് ദൈവത്തിന്റെ ദാനമാണെന്ന് നമ്മൾ അവരോട് പറയുകയും അവര് നമുക്ക് നൽകിയ പുകഴ്ച ദൈവത്തിന് സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അപ്രീതി അനുഭവപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ പുകഴ്ത്തുമ്പോഴത്തേക്കും നമ്മളല്ല അത് സ്വീകരിക്കേണ്ടത്, അത് ദൈവത്തിൻ്റെതാണ്. അത് നമ്മൾ അപ്പൊ തന്നെ അത് ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് അത് നേരെ തന്നെ അങ്ങോട്ട് മുകളിലേക്ക് അയക്കുക, കർത്താവിന് കൊടുക്കുക. എന്നിട്ട് പറയുവാണ്, നമ്മുടെ നാവുകള് സ്വയം പുകഴ്ചയ്ക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പേടിക്കണം എന്ന്. അതായത് നമുക്ക് പുകഴ്ചയ്ക്ക് ഒന്നുമില്ല, കാരണം കർത്താവ് തന്നതല്ലെങ്കിൽ നമുക്ക് എന്തുണ്ട്? ഒന്നുമില്ല. അപ്പൊ ആ കർത്താവ് തരുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മളെ പുകഴ്ത്തി പറയേണ്ട ഒരു കാര്യമില്ല. ഓരോ പുകഴ്ചയും സ്തുതിയും ദൈവമഹത്വത്തിനായി കൊടുക്കണം. ഈ ദൈവമഹത്വത്തിനായി കൊടുക്കാത്ത എല്ലാ പുകഴ്ചയും നമ്മുടെ തന്നെ നാശത്തിലേക്കാണ് പോകുന്നത്. അത് ആ ഓരോ വാക്കിലും പിശാച് കയറി അവകാശം പറയാൻ തുടങ്ങും. ആ അവകാശം നമ്മുടെ മേലിൽ സ്ഥാപിക്കപ്പെടാനും തുടങ്ങും. അപ്പൊ അതുകൊണ്ട് ആ സ്വയം പുകഴ്ച എന്നുള്ള കാര്യത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും. കാരണം അത് എളിമ എന്ന പുണ്യത്തിനെതിരാണ്, ദൈവത്തിന്റെ കൃപ സ്വീകരിക്കാനും അതെതിരാണ്. നമ്മൾ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ അമ്മയോട് ഏലിശോമ്മ പറഞ്ഞ്, ദൈവത്തിന്റെ അമ്മ എൻ്റെ അടുക്കൽ വരാൻ എനിക്ക് എങ്ങനെ യോഗ്യത ഉണ്ടായെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പരിശുദ്ധ അമ്മ പറഞ്ഞത്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അവളെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല.
അവള് കർത്താവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇതെല്ലാം പ്രവർത്തിച്ച കർത്താവിന്റെ മഹിമയെ കുറിച്ച്. അപ്പൊ ഇവിടെ അത് തന്നെയാണ് നമ്മളോട് പറയുന്നത്. ദൈവകൃപയാൽ നിറവേറ്റപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് സ്വയം മഹത്വപ്പെടുത്താൻ ആർക്കും ആവില്ല. കാരണം ദൈവമാണ് നമ്മളിൽ വൻ കാര്യങ്ങൾ ചെയ്യുന്നത്. പരിശുദ്ധ മറിയം പറഞ്ഞില്ല, ദൈവം വൻ കാര്യങ്ങൾ ചെയ്തു, എളിയവരെ ദൈവം ഉയർത്തി, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തു. കർത്താവാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതില് നമുക്ക് എന്താണ് അതിൻ്റെ അകത്തുള്ളത്? നമുക്ക് കർത്താവിനെ പുകഴ്ത്താനായിട്ട് പറ്റുള്ളൂ, മഹത്വം കർത്താവിന് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ ആ മഹത്വം കർത്താവിന് കൊടുക്കുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവും. പാപങ്ങളെ പ്രതിരോധിക്കുന്നതും പുണ്യങ്ങളിൽ നടക്കുന്നതും ദൈവഹിതപ്രകാരവും അവിടുത്തെ ശക്തി കൊണ്ടും അനന്തമായ കൃപ കൊണ്ടുമാണ് സാധ്യമാകുന്നത്. ഇത് അതായത് നമുക്കിപ്പം പാപത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിച്ചെങ്കിൽ അത് നമ്മുടെ യോഗ്യതയല്ല, ദൈവകൃപയാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നിലും നമുക്ക് ഒന്നും നേടാനില്ല എന്ന് പറയാണ്. ഓക്കെ, അടുത്തത് ആരെങ്കിലും വായിക്കുമോ? ലക്ഷ്യം. നമ്മുടെ ആത്മീയ ജീവിതത്തിലോ ലൗകിക ജീവിതത്തിലോ അത്യാവശ്യമായ ഒരു പ്രവൃത്തിയുടെയും മഹത്വം നമ്മുടെ ഒരു പ്രവൃത്തിയിൽ നിന്നും വരുന്നില്ല. നാം മഹത്വപ്പെടുകയാണെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ രാജ്യം നഷ്ടപ്പെടുകയും നിത്യനാശത്തിലേക്ക് അപകടകരമായ രീതിയിൽ നാം നടക്കുകയുമാവും ചെയ്യുക. ലൗകിക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നാശത്തിലേക്കും അസന്തുഷ്ടമായ അടിമത്തത്തിലേക്കും ആയിരിക്കും നാം മുന്നേറുക. അത്തരം അപകടങ്ങളിൽ നിന്ന് നാം രക്ഷപ്പെടാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മെ ഭ്രാന്തരായി കണക്കാക്കും. ഇനി നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തികളെ കുറിച്ച് നാം മഹത്വം സ്വീകരിക്കുകയാണെങ്കിൽ നമ്മെ ഭ്രാന്തരേക്കാൾ കൂടുതലായി കണക്കാക്കും. നിർവഹിക്കേണ്ട കാര്യങ്ങൾ നിറവേറ്റുന്നത് കൊണ്ട് നാം സ്തുതിക്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അതുപോലെ തെറ്റായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാതിരുന്നത് കൊണ്ടും നാം സ്തുതിക്ക് യോഗ്യരല്ല. അപ്പൊ ഇവിടെ എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? അതായത് പുണ്യങ്ങളുടെ അഭ്യസനത്തിന്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ ഉദ്ദേശം കണ്ടായിരുന്നു. അത് എന്തിലേക്കാണ് നമ്മളെ നയിക്കേണ്ടത്? നമ്മുടെ ആത്മീയ ജീവിതത്തിലോ ലൗകിക ജീവിതത്തിലോ അത്യാവശ്യമായ ഒരു പ്രവൃത്തിയുടെ മഹത്വം നമ്മുടെ ഒരു പ്രവൃത്തിയിൽ നിന്നും അല്ല വരുന്നത്. നമ്മൾ കണ്ടതാണ്, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. നാം മഹത്വപ്പെടുകയാണെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സന്തോഷം, അതായത് നമ്മൾ എപ്പോഴെങ്കിലും മഹത്വം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ മഹത്വത്തോടു കൂടെ നമ്മുടെ സന്തോഷം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്, നമ്മൾ നിത്യനാശത്തിലേക്ക് പോവുകയാണ്. ഇതിന്റെ ഒരു വലിയൊരു കാരണം നമുക്കറിയാം. ഈ മഹത്വവും ആരാധനയും സ്വീകരിക്കാനായിട്ട് അത് കൊതിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളേ ഉള്ളൂ, അത് പിശാചാണ്. അതായത് എവിടെയെങ്കിലും ദൈവസ്തുതിയോ ആരാധനയോ യഥാർത്ഥമായ ദൈവത്തിന് കൃപയോടുകൂടെ കൊടുക്കാത്ത സമയത്തെല്ലാം അതെല്ലാം സ്വീകരിക്കുന്നത് പിശാചാണ്. അപ്പൊ ശരിക്കും നമ്മൾ എന്നെങ്കിലും ഏതെങ്കിലും മഹത്വത്തിന്റെ ആ ഒരു കാരണം നമ്മൾ ഏറ്റെടുക്കുകയോ ഏതെങ്കിലും സ്തുതിപ്പോ ഇതൊക്കെ നമ്മൾ സ്വീകരിക്കുമ്പോഴേക്കും നമ്മൾ അവന്റെ രാജ്യത്തിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഇത് നമ്മുടെ ലക്ഷ്യം ദൈവത്തിന്റെ കൃപയിൽ മുന്നേറാനായിട്ടാണ്. അതിന് എതിരായിട്ടാണ് ഈ മഹത്വം നമ്മൾ സ്വീകരിക്കുമ്പോഴത്തേക്കും നമ്മളിൽ സംഭവിക്കുന്നത്. ഇത്തരം അപകടങ്ങളിൽ നിന്ന് നാം രക്ഷപ്പെടാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഭ്രാന്തർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഭ്രാന്തല്ല, ഇത് വാക്കിന്റെ ഒരു ഇതാണ്. അതായത് ക്രമമില്ലാതെ, അതായത് ഓർഡർ ഇല്ലാത്തൊരു മനസ്സിന്റെ ഒരവസ്ഥ. അതായത് നമുക്കറിയില്ല ആർക്ക് എവിടെ അയാൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാനുള്ള ഒരു, അതായത് ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കേണ്ട ഒരു ക്രമമുള്ള ഒരു മനസ്സ്, ഓർഡർ ഉള്ള ഒരു മനസ്സില്ലാത്ത ഒരു അവസ്ഥയാണ്. അതിനെക്കുറിച്ചാണ് ഈ ഭ്രാന്ത് എന്ന് പറയുന്നത്. നമ്മെ ഭ്രാന്തരായി കണക്കാക്കുക. ഇനി നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തികളെ കുറിച്ച് നാം മഹത്വം സ്വീകരിക്കുകയാണെങ്കിൽ, നമ്മൾ കണ്ടു നമ്മുടെ ഒരു പ്രവൃത്തിയും ഒരു പുണ്യപ്രവൃത്തിയുടെയും കാരണക്കാരൻ നമ്മളല്ലെന്ന് കണ്ടു. ഇനി അങ്ങനെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും അതിനേക്കാൾ, അതായത് മനസ്സ് ഡിസോർഡറായ ആൾക്കാരെ കാട്ടി മോശമായി തീരുക എന്ന അവസ്ഥയിലാണ് നമ്മുടെ ആത്മീയ സ്ഥിതി എന്ന് പറയുവാണ്. നിർവഹിക്കേണ്ട കാര്യങ്ങൾ നിറവേറ്റുന്നത് കൊണ്ട് നാം സ്തുതിക്കപ്പെടേണ്ട കാര്യമില്ല. നമ്മള് മറ്റേ ദാസനെ കുറിച്ച് ഒരുപാട് പ്രാവശ്യം കേട്ടതാണ്. അതായത് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കടമ മാത്രമേ ചെയ്തുള്ളൂ, യജമാനൻ എനിക്ക് നന്ദി പറയേണ്ട ഒരു കാര്യമില്ല. കാരണം ദാസൻ യജമാനെ സേവിക്കാനുള്ളതാണ്.
ആ സേവനം പൂർണ്ണ മനസ്സോടെ ഏറ്റവും നന്നായിട്ട് ചെയ്യുക എന്നുള്ളത് അയാളുടെ ഡ്യൂട്ടി മാത്രമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് സ്തുതി കിട്ടാനുള്ള ഒരു യോഗ്യതയില്ലെന്ന് പറയുകയാണ്. അടുത്ത ഭാഗം വായിക്കാം. തീരൂലെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഉദാഹരണം, വിശന്നും തണുപ്പ് കൊണ്ട് മരവിച്ചും മരിക്കാതിരിക്കാൻ തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഉപജീവനത്തിനു വേണ്ടത് മുഴുവൻ ഒരുവൻ കൊടുത്തു എന്ന് പൊങ്ങച്ചം പറയുന്നത് പോലെയായിരിക്കും അത്. അല്ലെങ്കിൽ ഒരാൾ മുങ്ങിച്ചാകാറായപ്പോൾ അയാളെ സഹായിക്കാൻ കൈനീട്ടി കൊടുത്തതിനെക്കുറിച്ച് വീമ്പിളക്കുന്ന പോലെയോ തന്റെ സുഹൃത്തുക്കളുടെ ആയുധങ്ങളും ആളുകളെയും സ്വീകരിച്ച് ശക്തരായ ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ അവ സ്വന്തം സഹായത്തിനും പ്രതിരോധത്തിനും വേണ്ടി ഉപയോഗിക്കുന്നത് പോലെയോ ആയിരിക്കും. താൻ ധീരനായ ഒരു പട്ടാളക്കാരനാണെന്ന് പൊങ്ങച്ചം പറഞ്ഞു നടക്കുന്ന അവൻ ശത്രുക്കളിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് ഒരു കോട്ടയിൽ അഭയം തേടുന്നത് പോലെയോ, ഒരു സമർത്ഥനായ കുതിരപ്പടയാളി അവൻ വലിയ കുഴിയുടെ അടുത്തുകൂടി പലപ്പോഴും സവാരി ചെയ്യുമ്പോൾ അവിടെ നിന്ന് തെന്നിമാറി കുഴിയിൽ വീഴാതിരിക്കാൻ നല്ല സുരക്ഷിതമായ വഴിയിലൂടെ പോകുന്നത് പോലെയോ, ഇനിയും ജീവിതത്തിന് അനിവാര്യമായ സമാനമായ മറ്റ് പ്രവൃത്തികളെക്കുറിച്ച് അവൻ സ്വയം മഹത്വപ്പെടുത്തുകയാണെങ്കിൽ അത്തരം മഹത്വപ്പെടുത്തൽ പരിഹാസ്യമായ ലഘുത്വമായും വലിയ ബുദ്ധിഭ്രമമായും മറ്റുള്ളവർ പരിഗണിക്കും. അപ്രകാരമായിരിക്കും ദൈവത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ലഭിച്ച കൃപകളെ സ്വീകരിച്ചുകൊണ്ട് അവ ആത്മാവിന്റെയും ശരീരത്തിന്റെയും വളർച്ചയ്ക്കായി ഉപയോഗിച്ച് അവയെക്കുറിച്ച് വൻപ് പറയുന്നവർ ചെയ്യുന്നത്. ആത്മാവിന്റെ ശത്രുക്കളെ പ്രതിരോധിക്കാനും നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടാനും നിത്യാനന്ദത്തിന്റെ രാജ്യം പിന്തുടരാനുമാണ് അവ നൽകപ്പെട്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒരാളിങ്ങനെ മരിക്കാറായി കിടക്കാണ്, അയാൾക്ക് ഒരു ഇച്ചിരി തുണി കൊടുത്തു, അല്ലെങ്കിൽ അയാൾക്ക് ഒരു ഇച്ചിരി ഭക്ഷണം കൊടുത്തു, അതിനെക്കുറിച്ച് ഇങ്ങനെ വീമ്പിളക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഒരാൾ മുങ്ങിച്ചാറായി കിടക്കുക, എന്റെ കൈ ഒന്ന് നീട്ടി കൊടുത്താൽ മതി അയാളെ രക്ഷിക്കാനായിട്ട്. അപ്പൊ ആ കൈ നീട്ടി കൊടുത്തതിനെ കുറിച്ച് ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാള്, അല്ലെങ്കിൽ തന്റെ സുഹൃത്തുക്കളുടെ ആയുധങ്ങളും ആളുകളെയും സ്വീകരിച്ചരായ ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ അവ സ്വന്തം സഹായത്തിനും പ്രതിരോധത്തിനും വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് എന്നെ രക്ഷിക്കാനായിട്ട് നമുക്ക് ഇത് ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ കാണാൻ പറ്റും. ഒരുപാട് നമ്മുടെ ധീരരായ നേതാക്കളൊക്കെ പലപ്പോഴും എല്ലാ സൈന്യ നിരയും ഉപയോഗിക്കുന്നത് സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതായത് എന്നെ രക്ഷിക്കണം, മറ്റുള്ളവരുടെ അറ്റ് ദ സ്പേസ് ഓഫ് അതേഴ്സ്, അറ്റ് ദ കോസ്റ്റ് ഓഫ് അതേഴ്സ് മറ്റുള്ളവരെ രക്ഷിക്കേണ്ടതിന് പകരം എന്നെ രക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുക. ധീരനായ ഒരു പട്ടാളക്കാരനാണ് പൊങ്ങച്ചം പറയുകയും ചെയ്യും, ശത്രുക്കൾ വരുമ്പോഴത്തേക്കും ഒരു ഗുഹയിൽ പോയി ഒളിച്ചിരിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് അത്. അല്ലെങ്കിൽ ഒരു വലിയ കുഴിയുടെ അടുത്തുകൂടി പോയാൽ വഴി തെറ്റി താഴെ വീഴും എന്ന് പേടിച്ച് വേറെ ഒരു വലിയ നല്ല വഴി കൂടെയൊക്കെ യാത്ര ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ശരിക്കും സ്വയം മഹത്വപ്പെടുത്തുന്ന ഒരാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാള് വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന ഒരു പൊന്ത് പോലെ, അത്രയേ ഉള്ളൂ, ഒന്നുമില്ല. ഈ പറയുന്നതും ചെയ്യുന്നതും വെറും അർത്ഥശൂന്യമായ കാര്യങ്ങളാണെന്ന് ഈ എക്സാമ്പിളിലൂടെ പഗാനേശൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്രകാരമായിരിക്കും ദൈവത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ലഭിച്ച കൃപകൾ സ്വീകരിച്ചുകൊണ്ട്. അതായത് നമ്മുടെ ഒന്നുമല്ല, നമ്മൾ അധ്വാനിച്ചപ്പോ കിട്ടിയ ബുദ്ധിയോ നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ രൂപമോ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒന്നും കൊണ്ടല്ല, ദൈവം തന്ന കൃപകൾ കൊണ്ടാണ്, പ്രകൃതിയിൽ നിന്നും സ്വീകരിച്ച അനുഗ്രഹങ്ങൾ കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഉള്ളത്. നമ്മുടെ ആത്മാവിന്റെ ശരീരത്തിന്റെയും വളർച്ചയ്ക്ക് കിട്ടിയതെല്ലാം നമുക്ക് കിട്ടിയതാണ്, നമ്മുടെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും വൻപ് പറയരുത്. ആത്മാവിന്റെ ശത്രുക്കളെ പ്രതിരോധിക്കാനും നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടാനും നിത്യാനന്ദത്തിന്റെ രാജ്യം പിന്തുടരുവാനുമാണ് അവ നൽകപ്പെട്ടിരിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് എന്തിനാണ് നമുക്ക് ഈ കൃപകള് നമുക്ക് കിട്ടിയിരിക്കുന്ന സമ്പത്ത്, നമുക്ക് കിട്ടിയിരിക്കുന്ന സൽപ്പേര്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്ഥാനമാനങ്ങള്, നമുക്ക് കിട്ടിയിരിക്കുന്ന സുഹൃത് വലയം, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ്? ആത്മാവിന്റെ ശത്രുക്കളെ പ്രതിരോധിക്കാനും നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടാനും നിത്യാനന്ദത്തിന്റെ രാജ്യം പിന്തുടരുവാനുമാണ് അവ നൽകപ്പെട്ടിരിക്കുന്നത്. അല്ലാണ്ട് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി പോവരുതെന്ന് പറയുവാണ്. ഓക്കെ, നമുക്ക് ബാക്കി ഇങ്ങനെ വായിച്ച് പെട്ടെന്ന് തീർക്കാം. ഒരു മിനിറ്റ് നമ്മൾ കൂടുതൽ എടുത്തു. ഓക്കെ. പ്രശംസിക്കുകയല്ല, ലഭിച്ച കൃപകളെക്കുറിച്ച് നന്ദിയുള്ളവരായിരിക്കുക. രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ഒരുവൻ അത്യാവശ്യമായി ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു കാര്യം ചെയ്തതിനെക്കുറിച്ച് അന്യായമായി പ്രശംസിക്കുകയായിരിക്കും സ്വയം പൊങ്ങച്ചം കാണിക്കുമ്പോൾ ചെയ്യുന്നത്.
നേരെ മറിച്ച് സ്വയം താഴ്ത്താനും തനിക്ക് സഹായവും അതിനു വേണ്ടുന്ന സാഹചര്യങ്ങളും തൻ്റെ വലിയ നന്മയ്ക്കായി സ്വയം പ്രതിരോധിക്കാൻ ശക്തി തരികയും നമ്മെ രക്ഷിച്ചുകൊണ്ട് നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ മാത്രമല്ല അവസാനമില്ലാത്ത ജീവനും ആനന്ദവും സ്വന്തമാക്കാൻ നമ്മെ അനുവദിക്കുന്ന ദൈവത്തോട് കടപ്പെട്ടവരായിരിക്കുകയുമാണ് വേണ്ടത്. ദൈവത്തിന് അനന്തമായ നന്ദി പറയാൻ നാം ബാധ്യസ്ഥരാണ്. ഇത് ചെയ്യുന്നില്ലെങ്കിൽ നാം ബുദ്ധിഭ്രമമുള്ളവരെ പോലെയാണ്. അതിനാൽ ദൈവകൃപയാൽ അവിടുന്ന് തന്ന ശക്തി അത് എന്തിനു വേണ്ടി തന്നോ അതിനുവേണ്ടി ഉപയോഗിച്ചു എന്നതിലും തൻ്റെ നാരകീയ ശത്രുക്കളുടെ ഉപദേശങ്ങൾ പിൻചെല്ലാതെ അലസതയിൽ ജീവിച്ചില്ല എന്നതിലും ഒരുവൻ പ്രശംസിക്കുന്നെങ്കിൽ അതൊരുതരം ഭ്രാന്താണ്. ലഭിച്ചിരിക്കുന്ന കൃപകൾ വേണ്ടവിധം ദൈവഹിതപ്രകാരം ഉപയോഗിക്കുന്നതിന് നമ്മെ അവിടുന്ന് പ്രചോദിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും നന്മ ചെയ്യുന്നതിന് ദൈവം നമ്മുടെ കൂടെ നടക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഉറപ്പിച്ചു പറയുന്നത്, ദൈവഹിതപ്രകാരം നന്മ ആഗ്രഹിക്കാനും അവ ചെയ്യുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന്. ദൈവം വീണ്ടും പറയുന്നു, നിനക്ക് ദൈവത്തിൽ നിന്ന് ദാനമായി ലഭിച്ചതല്ലാതെ മറ്റെന്തുണ്ട്? അവ ദാനമാണെങ്കിൽ അങ്ങനെയല്ല എന്ന മട്ടിൽ നിനക്ക് എങ്ങനെ അതിൽ അഭിമാനിക്കാൻ കഴിയും? അപ്പൊ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് ലഭിച്ചതെല്ലാം കൃപയാണ്. അതായത് നമുക്ക് യോഗ്യതയായിട്ട് നമുക്ക് തന്നതല്ല, നമ്മൾ അതിന് അർഹരായതുകൊണ്ട് കിട്ടിയതല്ല, എല്ലാം കൃപയാണ്. അപ്പൊ ആ കൃപ സ്വീകരിക്കുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല. പക്ഷെ ദൈവം നമുക്ക് തന്നതുകൊണ്ട് ദൈവത്തിനാണ് എല്ലാ പ്രശംസകളും കിട്ടേണ്ടത്. ലഭിച്ചിരിക്കുന്ന കൃപകൾ വേണ്ടവിധം പ്രകാരം നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നന്മ കൊണ്ടല്ല, അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു എക്സാമ്പിൾ ഇതാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, അതായത് എന്നിലേക്ക് നന്മ പ്രചോദിപ്പിക്കുന്നത് പോലും അങ്ങാണെന്ന് ഞാൻ അറിയുന്നു. അതായത് ഇപ്പം ഒരു നന്മ ചെയ്യാനുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് എൻ്റെ എന്നിൽ നിന്ന് വരുന്നതല്ല, അത് ദൈവം എന്നെ പ്രചോദിപ്പിച്ചതാണ്. ദൈവം എന്നെ പ്രചോദിപ്പിച്ചത് അത് സ്വന്തമാക്കാനും കൂടിയാണ്. അപ്പൊ ദൈവം തരാൻ ആഗ്രഹിക്കുന്ന ഒരു നന്മ നമ്മൾ അതിനുവേണ്ടി ചോദിക്കാൻ വേണ്ട പ്രേരണ കർത്താവ് തന്നെയാണ് നമുക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നവരെ നമുക്ക് ഒന്നുമില്ല, നമുക്ക് അഭിമാനിക്കാനായിട്ട് ഒന്നുമില്ല. നമുക്ക് അഭിമാനിക്കാനുള്ളത് കർത്താവിന്റെ കൃപ മാത്രമേ ഉള്ളൂ. നമുക്ക് നന്ദി പറയാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു വലിയ ശരിക്കും നമ്മൾ ആദ്യത്തെ ഭാഗത്തും കണ്ടായിരുന്നു, എളിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തിന് എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുകയാണ്. അതായത് ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനെയും ദൈവകരങ്ങളിൽ നിന്ന് നന്ദിയോടെ സ്വീകരിക്കുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ ആ എളിമ എന്ന ആ ഒരു പുണ്യത്തിലേക്ക് നടക്കുകയാണ്. നമ്മളെ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ നിർത്തുവാണ്. ആർക്കെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഇങ്ങനെ ഓടിച്ചു പോയതുകൊണ്ട് എന്തെങ്കിലും മനസ്സിലാകാതെ പോയെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് നിർത്താം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ? ഓക്കെ, ആരും ഒന്നും പറയുന്ന കേൾക്കുന്നില്ല. അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ച് നിർത്തിയിട്ട് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അച്ഛന്മാരാരും ഇല്ലാന്ന് തോന്നുന്നല്ലേ ഇന്ന്? ബിജനച്ചൻ ധ്യാനത്തിന് പോയി എന്നാണ് തോന്നുന്നത്. ആരുമില്ല. ആരെങ്കിലും ചെറിയൊരു പ്രാർത്ഥന അതിന്റെ അവസാനം നന്മ നിറഞ്ഞ മറിയം അങ്ങോട്ട് ചൊല്ലി നിർത്തുക. ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുമോ? ആരെങ്കിലും സ്വയം വോളണ്ടിയർ ചെയ്തൊന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ നന്നായിരുന്നു. മൈക്ക് ഓൺ ചെയ്യണേ. പ്രാർത്ഥിക്കുന്നവർ ചെറിയ പ്രാർത്ഥന മതി, 1 മിനിറ്റ്. എല്ലാ പുണ്യങ്ങളുടെയും താക്കോലായ എളിമ എന്ന പുണ്യത്തെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് കേട്ടത്.
ഞങ്ങൾ സാധാരണ ചിന്തിക്കുന്നതിൽ നിന്നൊക്കെ ഒത്തിരി വിപരീതമായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകാനാണ് കർത്താവ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ പലപ്പോഴും ന്യായമായിട്ട് കരുതുന്ന പലതും അത് അന്യായമാണെന്നും അത് ഭ്രാന്താണെന്നും ഒക്കെയാണ് ഞങ്ങൾ ഇന്ന് കേട്ടത്. പക്ഷേ ഞങ്ങളെ നീ വളർത്തണേന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു ചെറിയ കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനും ഇങ്ങനെയുള്ള വളരെ വിപ്ലവകരമായ റാഡിക്കലായിട്ടുള്ള ചിന്തകളെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് തന്നതിനും ഒക്കെ ഞങ്ങളെ നന്ദി പറയുന്നു. നീ തന്നെയാണ് ഇത് അഭ്യസിക്കാനുള്ള കൃപയും തരുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും എളിമപ്പെടുത്താനും നിന്റെ കൃപയിലായിരിക്കാനും എപ്പോഴും എല്ലാറ്റിലും നിന്നെ മഹത്വപ്പെടുത്താനും ഹൃദയത്തിലെ നീ തരുന്ന സമാധാനം അനുഭവിക്കാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പരിശുദ്ധമേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ സ്തുതി. അതിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും